പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവനാമത്തിൽ വന്ദനം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ചില പ്രധാനപ്പെട്ട സത്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ ഉം, മുമ്പ് പറഞ്ഞ പോലെ ജ്യൂസ് ഇവിടുന്ന് ട്രാവൽ ചെയ്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ടൈം കിട്ടാഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ബ്രേക്ക് ആയത്. തുടർന്ന് ഇനിയുള്ള ക്ലാസ്സുകൾ മുടക്കം കൂടാതെ തന്നെ എടുക്കാമെന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ചില പ്രധാന സത്യങ്ങളാണ്. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ദ ട്രൂത്ത് വിച്ച് സെറ്റ്സ് അസ് ഫ്രീ, സ്വതന്ത്രമാക്കുന്ന സത്യങ്ങളാണ് ദൈവവചനം പഠിപ്പിച്ചിരിക്കുന്നത്. അന്നേരം ഈ ദൈവവചന സത്യങ്ങൾ എന്ന് പറയുന്നത് വെറും തിയററ്റിക്കൽ തിയോളജി അല്ല. അതിനു പകരം ഇത് ദൈവവചനം ഇതിനെ വെളിപ്പെടുത്തുന്നത് സത്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്. അന്നേരം സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഞാനിത് മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. അന്നേരം നമുക്ക് ചില സത്യങ്ങൾ നമ്മൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിലെ ചില സത്യങ്ങൾ, ആ സത്യങ്ങൾ നമുക്ക് അറിഞ്ഞില്ല എങ്കിൽ, നമുക്കത് അറിയാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് പുതിയ ഉടമ്പടിയുടെ കീഴിൽ ദൈവം യേശു ക്രിസ്തുവിൽ കൂടി ക്രൂസിൽ ചെയ്തെടുത്ത ചില കാര്യങ്ങളെ പറ്റിയുള്ള സത്യങ്ങൾ നമ്മൾ അറിയാതിരുന്നാൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അന്നേരം ദൈവവചനത്തിലെ അറിവ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പലരും ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചിലത് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഈ പുതിയ ഉടമ്പടിയെ പറ്റി യേശു ക്രിസ്തു പറയുന്നത്, ഇല്ലെങ്കിൽ എബ്രായ ലേഖനകർത്താവ് അത് വിശദീകരിക്കുന്നത്, അതൊരു എന്താണ് പറയുക, ഒരു മരണപത്രം എന്ന നിലയിലാണ്. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ അത് അങ്ങനെ തന്നെയാണ് വിശദീകരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു വില്ല്, ഒരു എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മരിക്കാൻ പോകുന്ന ഒരാൾ അയാളുടെ വിൽപത്രം എഴുതി മക്കൾക്ക് കൊടുക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി, യേശുക്രിസ്തുവിൻ്റെ ഒരു മരണപത്രം എന്ന നിലയിലാണ് എബ്രായ ലേഖനത്തെ അത് വിശദീകരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അത് പറയുന്നത്. അന്നേരം അവിടെ പറയുന്നുണ്ട്, ഒരു മരണപത്രം അത് സാധ്യമാകണമെങ്കിൽ, അത് വാലിഡ് ആകണമെങ്കിൽ അത് സ്ഥാപിച്ച വ്യക്തി മരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അയാളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ഒരു വിൽ പത്രം എഴുതി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം മരിക്കുമ്പോഴാണ് അത് എഫക്റ്റിൽ വരുന്നത്. കാരണം അത് അങ്ങനെയാണ് എഴുതി വയ്ക്കുന്നത് എപ്പോഴും, അല്ലേ? എന്നിട്ട് യേശുക്രിസ്തു തൻ്റെ മരണത്തിൽ കൂടി, തൻ്റെ രക്തത്തിൽ കൂടി ഒരു വിൽപത്രം സ്ഥാപിക്കുകയാണ്, ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് പറയുന്നത്. അന്നേരം എക്സാമ്പിൾ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു പൂർണ്ണമായിട്ടുള്ള വെളിപ്പെടുത്തലല്ല, എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അന്നേരം ഒരു ഉടമ്പടി പത്രം തൻ്റെ രക്തത്തിൽ കൂടി റാക്ടിഫൈ ചെയ്ത് ഉറപ്പിച്ചിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്നതാണ് പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ ആ ഉടമ്പടി, ആ വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്കൊരിക്കലും അതിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അന്നേരം ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പുതിയ നിയമ സത്യങ്ങൾ നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇത് അറിഞ്ഞില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആ പഴയ ഉടമ്പടിയുടെ കീഴിൽ തന്നെ ജീവിക്കാനായിട്ട് ഇടയായിത്തീരും. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പഴയ ഉടമ്പടിയുടെ കീഴിലാണ് നമ്മൾ ചിന്തിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും കൂടെ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് അവർ അവിയൽ പരുവത്തിൽ പഠിപ്പിക്കും. ഇന്നുള്ള മിക്ക ഹോളിനെസ് പ്രീച്ചേഴ്സും മലയാളത്തിലുള്ളവർ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഞാൻ ഇത് മറ്റുള്ളവരിൽ നിന്ന് എന്താണ് വളരെ ബെറ്ററായിട്ട് ദൈവനം പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിലല്ല ഞാനിത് പറയുന്നത്. ഞാനിത് ആ രീതിയിൽ പറയുന്നതല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റുള്ള പല ആൾക്കാരും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ എന്നുള്ള അർത്ഥത്തിലല്ല. അത് നിങ്ങൾക്ക് ആ വ്യത്യസ്തത എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ചിലപ്പോൾ പിടികിട്ടിയെന്ന് വരത്തില്ല. എന്നിട്ട് നിങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ടായിരിക്കും ചിന്തിക്കുന്നത്. പലരും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള ഉപദേശമേ ഉള്ളൂ. ഒന്ന്, ഒരു ലോലെസ്നെസ്, ഇല്ലെങ്കിൽ എങ്ങനെയും ജീവിക്കാം എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ദൈവകൃപയെ വൃഥാവാക്കി കളയുന്ന, അല്ലെങ്കിൽ പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു വ്യാജ തരത്തിലുള്ള ഉപദേശം. രണ്ടാമത്തേത് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഉപദേശം. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് വിശുദ്ധ ജീവിതം പഠിപ്പിക്കുമ്പോൾ തന്നെ അത് എങ്ങനെ വിശുദ്ധ ജീവിതം സാധ്യമാക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ അപകടമാണ്. നമ്മൾ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഈ ഡോക്ടറിനെയും പൗലോസ് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. നമ്മൾ കൊരിന്ത്യ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ കൊരിന്ത്യ ലേഖനത്തിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ അടുത്താണ് എഴുതുന്നത്.
അനേക പാപങ്ങൾ ജീവിക്കുകയും ദൈവവചനത്തെ തള്ളിക്കളയുകയും ജഡീകരായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്നാൽ അവരുടെ അടുത്ത് വളരെ ശക്തമായിട്ടുള്ള വിമർശന രീതിയിലാണ് പൗലോസ് കാര്യങ്ങൾ എഴുതുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ. എന്നാൽ വേറൊരു ചർച്ചുണ്ട്. ആ ചർച്ച ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അവർ വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ചർച്ചയാണ്. അതാണ് ഗലാത്യ സഭ. എന്നാൽ നമ്മൾ ഈ രണ്ട് സഭകൾക്കുള്ള എഴുത്ത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് കൂടുതൽ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത് ഗലാത്യ സഭയാണ്. അന്നേരം കൊരിന്ത്യനിസത്തിന്റെ വേറൊരു ഓപ്പോസിറ്റ് എക്സ്ട്രീമാണ് ഗലേഷ്യനിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം വെച്ചിരിക്കുന്ന ആ പുതിയ ഉടമ്പടിയുടെ മാർഗം മനസ്സിലാക്കാതെ പഴയ ഉടമ്പടിയുടെ പ്രിൻസിപ്പിളിന്റെ കീഴിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ഗലേഷ്യനിസമാണ് ഫോളോ ചെയ്യുന്നത്. അന്നേരം ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നില്ലെങ്കിൽ പലരും ചിന്തിക്കുന്നത് ഈ വിശുദ്ധി പഠിപ്പിക്കുന്നവരെല്ലാം ശരിയായ ഉപദേശമാണ് പഠിപ്പിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. അന്നേരം ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറെ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പുതിയ ഉടമ്പടിയുടെ കീഴിൽ ദൈവം വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ ജീവിതം സാധ്യമാകുന്നത് എന്നുള്ളതാണ് അപ്പോസ്തലന്മാർ ഉപദേശങ്ങൾ കൂടി പഠിപ്പിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാകേണ്ട കാര്യം. അത് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകിൽ നമ്മൾ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടികളും മിക്സ് ചെയ്ത്, യേശുക്രിസ്തു തന്നെ പറഞ്ഞതുപോലെ കോടിത്തുണക്കണ്ടം പഴയ തുണിയോട് ചേർത്ത് തുന്നാനായിട്ട് ശ്രമിക്കുകയും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴുക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അതൊരു പാഴ്വേലയാണ്. അത് തുരുത്തിക്ക് അതിനെ താങ്ങാനായിട്ട് കഴിയത്തില്ല. തുരുത്തി പൊളിയും, വീഞ്ഞൊഴുകി പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റേത് വസ്ത്രം കീറും, ആ ചീന്തൽ ഏറ്റവും വലുതായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമായതുകൊണ്ടാണ് ഈ ചില ദൈവവചന സത്യങ്ങൾ, യേശുക്രിസ്തു ക്രൂശിൽ കൂടി സാധിച്ച പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ചില സത്യങ്ങൾ നമ്മൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള ആ വ്യക്തിപരമായിട്ടുള്ള റിലേഷനിൽ നമുക്ക് എങ്ങനെ ആത്മാവിന്റെ ഫലങ്ങൾ കർത്താവുമായിട്ടുള്ള വാസത്തിൽ കൂടി നമുക്ക് എങ്ങനെ സാധ്യമായി തീരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതാണ് ദൈവവചനത്തിൽ കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് കൽപ്പനകളിലുള്ള വ്യത്യാസമല്ല, അതിനകത്ത് ചെയ്യുന്നതിന്റെ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസമാണ്. അതിൽ പലപ്പോഴും ഈ പുതിയ നിയമത്തില്, ഇല്ലെങ്കിൽ പുതിയ നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നത് പുതിയ നിയമ പുസ്തകത്തിലെ പല കൽപ്പനകളും പല ആൾക്കാരും പഠിപ്പിക്കാനായിട്ടുണ്ട്. എന്നാൽ അത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ ഉടമ്പടിയുടെ ആ പ്രിൻസിപ്പിളിന്റെ കീഴിലാണ്. പഴയ ഉടമ്പടിയുടെ പ്രിൻസിപ്പിൾ എന്താണ്? എപ്പോഴും പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളതാണ്. എന്നാൽ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള വിശ്വാസത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നതാണ്. ഒന്ന് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നും മറ്റേത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നീതീകരിക്കപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്, നീതിമാൻ മുമ്പോട്ട് ജീവിക്കേണ്ട ഒരു വ്യത്യാസമുണ്ട്. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞത്. ഒന്ന് ഒരു ആക്ട് ഓഫ് ഫെയ്ത്ത് ആണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, എന്നാൽ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിലാണ് നമ്മൾ മുമ്പോട്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നത്. അന്നേരം കണ്ടിന്യൂസ് ആയിട്ടൊരു വിശ്വാസത്തിന്റെ ജീവിതമാണ്, ഇല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസിന്റെ ജീവിതത്തിൽ കൂടി മാത്രമേ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ഇപ്പം മോശ സീനായ് മലയിലേക്ക് കയറി ഒരു 10 കൽപ്പനകളുടെ ഒരു 10 കൽപ്പനകളും അതോടൊപ്പം തന്നെ ഒരു 613 ഒരു നീണ്ട ലിസ്റ്റ് 10 കൽപ്പനകൾ ദൈവത്തിന്റെ കരം കൊണ്ട് തന്നെ എഴുതിയത്, ബാക്കി ദൈവം പറഞ്ഞു കൊടുത്തിട്ട് മോശ എഴുതിയിട്ടുള്ള നീണ്ട കൽപ്പനകളുമായിട്ട് സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന, ഓക്കെ, അത് മാറ്റിയിട്ട് യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ കൂടി അതിനേക്കാൾ കട്ടിയായിട്ടുള്ള കുറെ കൽപ്പനകൾ പുതിയ നിയമത്തിൽ തന്നു. ഇതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്ന ആ കൽപ്പനകളുടെ വ്യത്യാസമല്ല, പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നതിൻ്റെ അത് എങ്ങനെ അനുസരിക്കുമെന്നുള്ള ആറ്റിറ്റ്യൂഡിന്റെ വ്യത്യാസമാണ്. പുതിയ നിയമത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ, ഞാൻ പറയട്ടെ, കൽപ്പനകൾക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൽപ്പനകൾ ദൈവം ഇല്ലാതാക്കുന്നില്ല. കൽപ്പനകൾക്ക് വ്യത്യാസം വരുന്നുണ്ട്, എന്നാൽ അത് ഇല്ലാതാക്കുന്നില്ല. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുമെന്നുള്ളത് ദൈവവചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്നതാണ്. വേറൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ഉടമ്പടിയുടെ കീഴിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല, യേശുക്രിസ്തുവിന് മാത്രം ചെയ്തെടുക്കാനായിട്ട് കഴിയുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ കർത്താവിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ
കർത്താവ് നമ്മളിൽ കൂടി വസിച്ചുകൊണ്ട് അതെല്ലാം ചെയ്തെടുക്കുമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അന്നേരം ആ ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കൂടി പറയാനായിട്ട് ശ്രമിച്ചത്. അത് ഒന്ന്, ഒരു വിശ്വാസത്തിൽ കൂടി നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു, നമ്മൾ നീതീകരിക്കപ്പെടുന്നു. നീതീകരിക്കപ്പെട്ടൊരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ടുള്ള കർത്താവിൻ്റെ ഡിപ്പെൻഡൻസിൽ ജീവിക്കുമ്പോൾ ദൈവം തന്നെ, പുതിയ നിയമത്തിൽ ദൈവം തന്നെ തന്നിട്ടുള്ള അതേ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കർത്താവ് നമ്മളെ ശക്തീകരിക്കുന്നു. അതായത് പുതിയ നിയമത്തിൽ ആക്ച്വലി കൽപ്പനകളെക്കാൾ കൂടുതൽ അത് ഒരു പ്രോമിസ് എന്ന നിലയിലാണ് പലപ്പോഴും പല കാര്യങ്ങളും കാണുന്നത്. ഇറ്റ്സ് പ്രോമിസ്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ആ പുതിയ ഉടമ്പടിയുടെ കീഴിൽ ദൈവം നമ്മിൽ കൂടി ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പുതിയ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത്. അത് ദൈവത്തിന് നമ്മിൽ കൂടി വസിച്ചുകൊണ്ട് മാത്രമേ ചെയ്തെടുക്കാനായിട്ടും കഴിയുള്ളൂ. അതായത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അതിന് ദൈവം എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടി നമ്മൾക്ക് ചെയ്തെടുത്തത് എന്നുള്ളതിനെ പറ്റിയുള്ള അറിവ് ആവശ്യമാണ്. ഈ അറിവ് ആവശ്യമായതുകൊണ്ടാണ് അതിനെപ്പറ്റിയുള്ള ഒരു ടീച്ചിങ് ആവശ്യമായി വരുന്നത്. അതായത് പലപ്പോഴും ഈ ടീച്ചിങ് പലരും നെഗ്ലക്റ്റ് ചെയ്യുന്നതിന് പലപ്പോഴും എൻ്റെ അടുത്ത് തന്നെ പലപ്പോഴും നേരിട്ട് പലരും പറയുന്ന കാര്യമുണ്ട്. പലരും ചില വാക്യങ്ങൾ മിസ്കോട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൽ രണ്ട് വാക്യങ്ങൾ ഞാനത് പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഞാൻ ഈ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പലരും പറഞ്ഞിരിക്കുന്നത് ദൈവവചനം പഠിക്കുന്നത് കൊണ്ട് കാര്യമില്ല, നമുക്ക് എന്താണ് നമ്മൾ അനുസരിക്കുന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. എന്നാൽ ഞാൻ വീണ്ടും പറയട്ടെ, ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാതെ നമുക്കത് അനുസരിക്കാൻ കഴിയുകയേയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അന്നേരം പലപ്പോഴും ഇതിന് എതിരായിട്ട് പലരും പറയുന്ന രണ്ട് വാക്യങ്ങളുണ്ട്. അതൊന്ന് ഞാൻ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് 1 കൊരിന്ത്യർ 8:1, 2 കൊരിന്ത്യർ 3:6 വാക്യങ്ങളാണ്. ദൈവവചനം പഠിക്കുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇല്ലെങ്കിൽ കൂടുതൽ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 കൊരിന്ത്യർ 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. അന്നേരം അറിവ് നമുക്കുണ്ടായാൽ നമുക്കത് ചീർത്തു പോകും. അന്നേരം അറിവ് ആവശ്യമില്ല, സ്നേഹമാണ് ആവശ്യമെന്നാണ് പലരും പഠിപ്പിക്കുന്നത്. അന്നേരം അങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ കോൺടാക്ട് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന അറിവ് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം പറയാണ്, എന്നാൽ ആ അറിവ് സ്നേഹത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ അറിവ് കൊണ്ട് ആ അറിവില്ലാത്ത ഒരു ബലഹീന സഹോദരന് ഇടർച്ചയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിവുണ്ടെങ്കിലും ആ അറിവ് സ്നേഹത്തിൽ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിവ് ആവശ്യമില്ല, സ്നേഹമാണ് ആവശ്യമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അറിവും സ്നേഹവും കൂടി കോംപ്ലിമെൻ്ററി ആണ്. ദൈവവചനത്തിലെ അറിവ്, ദൈവവചനത്തിലെ നോളജ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഒരു വാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പലരും ഉപയോഗിക്കുന്നത് 2 കൊരിന്ത്യർ 3:6 ഒരു വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അന്നേരം പലരും പറഞ്ഞിരിക്കുന്നത് നമുക്ക് അക്ഷരത്തിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന അക്ഷരമാണ്, നമുക്ക് ആത്മാവാണ് ആവശ്യമെന്നാണ്. അവിടെ അങ്ങനെ അർത്ഥമേ ഇല്ല. ഞാനതിന് മുമ്പോട്ട് പോകുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാം. അവിടെ അത് പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ 10 കൽപ്പനകളെ പറ്റി പറയുന്നിടത്താണ് അതിനെപ്പറ്റിയാണ് അവിടെ അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം 10 കൽപ്പനകൾക്ക് ജീവിപ്പിക്കാൻ കഴിയുന്നതല്ല. ഗലാത്യലേഖനത്തിലും പറഞ്ഞുകൊണ്ട് ന്യായപ്രമാണത്തിന് ജീവിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. അതായത് ജീവൻ കൊടുക്കാൻ കഴിയാത്തൊരു ന്യായപ്രമാണം അത് യഥാർത്ഥത്തിൽ മരണമാണ് കൊണ്ടുവരുന്നത്. ആ ഒരു അർത്ഥത്തിൽ പഴയ നിയമ കൽപ്പനകളെ പറ്റി പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും അക്ഷരമാണ്, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ ഈ ഡോക്ടറിൻ എന്ന് പറഞ്ഞിരിക്കുന്ന അക്ഷരം എന്നുള്ള അർത്ഥത്തിലല്ല വിവരം പഠിപ്പിക്കുന്നത്. എബ്രായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ്, ശക്തിയുള്ളതാണ്. അത് സന്ധിമഞ്ചകളെ വേർപിരിക്കുന്നവരെ തുളഞ്ഞെല്ലുന്നതാണ്. അത് ദേഹിയെയും ആത്മാവിനെയും തമ്മിൽ വിവേചിക്കുന്നതാണ്. അന്നേരം ദൈവവചനം പഠിക്കുന്നതിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അനുസരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം ഞാൻ ഇതെല്ലാം ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ജീവനായി തീരുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി തീരുകയും ചെയ്യും. അതിന് നമ്മൾ ദൈവവചനം, യഥാർത്ഥത്തിലുള്ള ദൈവവചനം, പൗലോസൊക്കെ തിമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പഥ്യവചനം നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അവസാന കാലത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, അന്ത്യകാലത്ത് വരുമ്പോൾ ജനം പഥ്യോപദേശത്തെ പൊറുക്കുകയില്ല. സൗണ്ട് ഡോക്ട്രിൻ, അതിന് പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ഉപദേശങ്ങൾ ആൾക്കാർക്ക് കേൾക്കാനായിട്ട് അവർ മനസ്സ് വയ്ക്കുകയില്ല. അന്നേരം അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളത്. ഞാൻ കുറച്ച് ചില കാര്യങ്ങൾ ഈ ദൈവവചനം പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും സമയം ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ടൈമിനെയും എഫേർട്ടിനെയും ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മാത്രമല്ല, കുവൈറ്റ് ചർച്ചിൽ ഈ പറയുന്ന കാര്യങ്ങൾ
ഒരു ഡിസ്കഷൻ എന്ന നിലയിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ എടുക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളത് ക്ലിയറായിട്ട് നിങ്ങളിത് മനസ്സിലാക്കുകയും നിങ്ങളിത് ഡിസ്കസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രയോജനം ചെയ്യും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആ, സാധാരണ നിങ്ങൾ കേൾക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിനേക്കാൾ ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ നമ്മൾ ആദ്യത്തെ 3 ആഴ്ചകൾ ചില കാര്യങ്ങൾ പഠിച്ചു. ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി ദൈവം ഒരു സ്പിരിച്വൽ സർക്കംസിഷൻ നടക്കുന്നു, ഇല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തുന്നു. അതുവഴി നമ്മുടെ സിൻഫുൾ നേച്ചറിനെ ദൈവം എടുത്തു മാറ്റി ദൈവം നമുക്കൊരു പുതിയ നേച്ചറിനെ തരുന്നു എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. അത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിൻഫുൾ നേച്ചറിന് ഒരു വ്യത്യാസവും വരുന്നില്ല, ദൈവം തൻ്റെ നേച്ചറും കൂടി നമുക്ക് തരുന്നു. അന്നേരം നമ്മുടെ ഉള്ളിൽ 2 തരത്തിലുള്ള നേച്ചേഴ്സ് ഉണ്ട്. ഈ 2 നേച്ചേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും എന്നാണ് നമ്മൾ സാധാരണ കേൾക്കുന്നത്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഈ കറുത്ത പട്ടിയുടെയും വെളുത്ത പട്ടിയുടെയും എക്സാമ്പിൾ നിങ്ങൾ കേൾക്കണമായിരിക്കും. ആ എക്സാമ്പിളിന് വലിയ കുഴപ്പമൊന്നുമില്ല. എക്സാമ്പിൾ കൂടി സ്ഥാപിക്കുമ്പോൾ പലരും പറയുന്നത് ഒരു പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും നമ്മുടെ ഉള്ളിലുണ്ട്, ഇത് തമ്മിൽ എപ്പോഴും അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് പഠിപ്പിക്കുകയാണ്, പഴയ മനുഷ്യനെ ദൈവം യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിച്ചു, അടക്കി നീക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അടക്കി നീക്കി ഒരാൾ എഴുന്നേറ്റ് വരത്തൊന്നുമില്ല, അത് എന്നേക്കുമായിട്ട് നീക്കപ്പെട്ടതാണ്. കൊലോസ്യ ലേഖനത്തിൽ അത് തന്നെ വേറെ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. പരിച്ഛേദന എന്ന് പറഞ്ഞിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് അങ്ങ് നീക്കുകയാണ്, അല്ലാതെ അതിനെ ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിടുകയല്ല. അന്നേരം നമ്മുടെ ഓൾഡ് നേച്ചർ, ഓൾഡ് ഹാർട്ട് ദൈവം എടുത്തു മാറ്റി നമുക്കൊരു പുതിയ ഹൃദയം തന്നു എന്ന് ദൈവം പഠിപ്പിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി നമ്മൾ പാപത്തിൽ നിന്നും സ്വതന്ത്രരാകുന്നു. ഇതാണ് ബൈബിൾ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ റിസൾട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നു. ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല, നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എടുത്തതിൻ്റെ റിപ്പീറ്റേഷൻ ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. ഇതും നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യമല്ല. സാധാരണ നമ്മൾ കേൾക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നമ്മൾ സ്വതന്ത്രരായി, പാപത്തിന്റെ ശക്തിയിൽ നമ്മൾ ഗ്രാജുവലി സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു. ബൈബിൾ ഒരൊറ്റ വാക്യം പോലുമില്ല പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കുന്നെന്നോ സ്വതന്ത്രരാകുമെന്നോ വാക്യമില്ല. സ്വതന്ത്രരായി എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് പാസ്റ്റ് ടെൻസിലാണ് പഠിപ്പിക്കുന്നത്. ഇതും നമ്മൾ സാധാരണ കേൾക്കുന്നതിന് വ്യത്യസ്തമാണ്. മൂന്നാമത്തെ, അതിൻ്റെ കൂടെ തന്നെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് പറയുമ്പോൾ തന്നെ ദൈവനും വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി എന്ന് പഠിപ്പിക്കുകയാണ്. ഇതും നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്നതല്ല. ഈ ഹോളിനെസ് പ്രീച്ചേഴ്സ് മിക്കവരും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഹോളിനെസ് പ്രീച്ചേഴ്സ് 90%, ഐ ഡോണ്ട് നോ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 99%, ഞാൻ ഈ പെർസെൻറ്റേജ് പറയുന്നൊന്നും നിങ്ങൾ അങ്ങനെ എടുക്കണമെന്നില്ല, ഞാനൊരു ഭൂരിപക്ഷം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. പറയുന്നത് നമ്മൾ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, നീതീകരിക്കപ്പെട്ടത് നമ്മൾ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്നാണ് പലരും പഠിക്കുന്നത്. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയുള്ള വാക്യങ്ങൾ എടുത്തു. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ ഒറ്റ അധ്യായത്തിൽ തന്നെ 4 പ്രാവശ്യം പൗലോസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നാം ന്യായപ്രമാണത്തിൽ സ്വതന്ത്രരായി, നാം ന്യായപ്രമാണത്തിന് കീഴല്ല. ഗലാത്യ ലേഖനത്തിൽ അത് പറയുന്നു, എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. കൺസിസ്റ്റന്റ് ടീച്ചിങ് ആണ് ഇതൊക്കെ. എന്നിട്ടും ഇങ്ങനെയല്ല നമ്മൾ സാധാരണ കേൾക്കുന്നത്. എന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, ആ വ്യത്യസ്തത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ഞാൻ എന്താണ് പറയുന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട്, അവർക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ പലപ്പോഴും എന്നെ അങ്ങ് ഒഴിവാക്കാറുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നതോ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതോ കേൾക്കാനായിട്ട് അവർ തയ്യാറാവത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിയലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനുസരിക്കേണ്ടി വരും, അല്ലേ? നമ്മളുടെ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ജീവിതത്തെ പറ്റിയും പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള സഭയെ പറ്റിയും നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു കോൺഗ്രിഗേഷൻ അത് പുതിയ ഉടമ്പടിയുടെ കീഴിലല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്കത് മാറ്റേണ്ടി വരും. അന്നേരം അത് മാറ്റാനായിട്ട് ആൾക്കാർക്ക് തയ്യാറല്ലാത്തതുകൊണ്ട്, അതനുസരിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് അവർ പതുക്കെ അങ്ങനത്തെ മെസ്സേജുകൾ അങ്ങ് ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അന്നേരം അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർക്ക് ഇട്ടാൽ മതി. പക്ഷേ വേറെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ എല്ലാം ഒരുപോലാണെന്ന് ചിന്തിക്കും. അതാണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ബ്രദറിൻ്റെ മെസ്സേജ് ഞങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടെന്ന് പറയും. എന്നിട്ട് ഉടനെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ പറയും, ഇന്ന ആളുടെ പ്രസംഗം ഞങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്, നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്കതിൽ കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ മറ്റേ ആൾ പറയുന്നത് ഞാൻ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഡിസ്കറേജ്മെൻ്റ് ആണ് വരുന്നത്, അല്ലേ? എന്നാലും ഞാൻ പറഞ്ഞത്
ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിനേക്കാൾ അപകടമാണ് എന്താണ് പറയുന്നത് മനസ്സിലാക്കാതെ മുമ്പോട്ട് കേട്ടുകൊണ്ട് പോകുന്നത്. അന്നേരം ഞാനതുകൊണ്ടാണ് ഇത് ക്ലിയർ ആക്കുന്നത്. എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അന്നേരം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ പാപഹൃദയം മാറ്റപ്പെട്ടു, നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി, നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഒരു പ്രമാണവും ഇല്ലാതെ ജീവിക്കണമെന്നല്ല. നമ്മൾ ആത്മാവിൻ്റെ പ്രമാണത്തിൻ്റെ കീഴിലേക്ക് വരുന്നു, യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു, ലോയിൽ നിന്നും റിലേഷനിലേക്ക് വരുന്നു. ആ റിലേഷനിൽ കൂടി നാം കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവിന് നമ്മൾ കൂടി ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അന്നേരം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് ആണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പുതിയ ഉടമ്പടിയുടെ കീഴിൽ നമുക്ക് ലഭിക്കുന്ന ആത്മീയ നന്മകളെ പറ്റിയാണ്. എന്നാൽ അൾട്ടിമേറ്റ്ലി ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി സ്ഥാപിക്കപ്പെട്ട ഈ ഉടമ്പടിയുടെ കീഴിലുള്ളവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള കുറേ വിശുദ്ധരായി സ്വർഗത്തിൽ പോകണമെന്നുള്ളതല്ല, നമ്മളെ ഒരുമിച്ച് ചേർത്ത് പണിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒരുമിച്ച് ചേർത്ത് പണിയുക എന്നുള്ളതും പഴയ ഉടമ്പടിയുടെ കീഴിൽ സാധ്യമല്ലാതിരുന്നതും പുതിയ ഉടമ്പടിയുടെ കീഴിൽ മാത്രം സാധ്യമാകുന്നതുമായിട്ടൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അന്നേരം ഈ കാര്യവും ഒന്നും തന്നെ പഴയ നിയമ വിശുദ്ധന്മാർക്ക് സാധ്യമല്ലാതിരുന്ന കാര്യമാണ്. ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി കർത്താവ് സാധിച്ചെടുത്ത കാര്യം. ഈ 2 പേർ ഒന്നായി തീരുക എന്നുള്ളത് ഒരു കാലത്തും പഴയ നിയമത്തിൽ സാധ്യമായിരുന്നില്ല. എന്നാൽ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോവാം. ദൈവത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ആദ്യമേ ഉള്ള ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി തിരികെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അന്നേരം നമ്മൾ ഇതിന്റെ ഈ കാര്യം ഒന്ന് ഞാൻ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 19 ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഈ കാര്യം കുറച്ചുകൂടി വിശദീകരിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൽ പരീശന്മാർ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ വിവാഹമോചനത്തിനെ പറ്റി ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരം വിവാഹമോചനത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാനിത് വിവാഹത്തിനെ പറ്റിയും വിവാഹമോചനത്തിനെ പറ്റിയുള്ളൊരു ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. അന്നേരം അവർ വന്നിട്ട് ചോദിക്കുകയാണ്, പരീശന്മാരുടെ അടുക്കൽ മത്തായിയുടെ സുവിശേഷം 19 3-ാമത്തെ വാക്യത്തിൽ പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നു വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അന്നേരം പരീശന്മാരുടെ ചോദ്യം അവർക്കറിയാം ഉപേക്ഷിക്കുക എന്നുള്ളത് വിഹിതമാണ്, കാരണം ന്യായപ്രമാണത്തിന് കീഴിൽ ഉപേക്ഷണം അനുവദിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. എന്നാൽ ഏത് കാരണം കൊണ്ട് അവർക്ക് ആകെപ്പാടുള്ള സംശയം എന്ത് കാരണം കൊണ്ടും, ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കറി വെച്ചതിൽ ഉപ്പ് കൂടിപ്പോയി എന്നുള്ളതിൻ്റെ കാരണം കൊണ്ട് ഭാര്യ ഉപേക്ഷിക്കാമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. ഏത് കാരണം കൊണ്ടും ഭാര്യ ഉപേക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവരുടെ അടുത്ത് പറയുമ്പോൾ 2 പ്രാവശ്യം പറയുന്നുണ്ട്, ആദിയിൽ അവരെ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, എന്നിട്ട് പറഞ്ഞിട്ടിരിക്കുന്നു ആദിയിൽ അങ്ങനെയല്ലായിരുന്നു പറയുന്നത്. എന്നിട്ട് ആദ്യം യേശുക്രിസ്തു അന്നേരം നേരെ ഇവരെ ഈ ന്യായപ്രമാണത്തിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം. അന്നേരം ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഇവർ വന്ന് ചോദിക്കുന്നത്, എന്നിട്ട് പറയുകയാണ് ഇവർ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു, ആദിയിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കണം, ദൈവം ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്രൂപ്പായിട്ട് ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. നമ്മൾക്ക് വലിയ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല, പക്ഷേ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെ ഇടയ്ക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല, പക്ഷേ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. അന്നേരം അത് നിമിത്തം എന്നിട്ട് പറയാണ്, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും, 1 ബോഡി 1 ഫ്ലഷ് ആയി തീരും എന്ന് അരുളി ചെയ്തിരിക്കുന്നു കണ്ടല്ലോ. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല 1 ദേഹം മാത്രം. അന്നേരം 2 പ്രാവശ്യം കർത്താവ് അവിടെ പറയുന്നുണ്ട്, 1 ദേഹം എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്, ഒന്നായി തീരുക എന്നുള്ള പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പറയണം ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുതെന്ന് പറയണം. അന്നേരമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മോശ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവ ഉപേക്ഷിക്കാൻ മോശ കൽപ്പിച്ചു. അന്നേരം ഇവർ പറയുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, ന്യായപ്രമാണത്തിന് കീഴിൽ മോശ അവരെ ഉപേക്ഷിക്കാനായിട്ട് കൽപ്പിച്ചല്ലോ ഇല്ല എന്ന് പറയുന്നില്ല, കൽപ്പന അല്ലാതെ അനുവാദമാണ്. അന്നേരം അപ്പോൾ യേശുക്രിസ്തു വീണ്ടും പറയാണ്, അവനവരോട് നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം അത്രേ ഭാര്യ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചത്. അതായത് കൽപ്പനയല്ല, അനുവാദം മാത്രമാണ്. അനുവാദം എന്ന് പറഞ്ഞാൽ ഒരു എക്സംഷനാണ്, ഒരു ഇളവാണ്. ആ ഇളവിൻ്റെ കാരണം പറയാണ്, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ആ ഇളവ് മോശ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അനുവദിച്ചത്. എന്നിട്ട് വീണ്ടും പറയാണ്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു.
നേരെ 2 പ്രാവശ്യം യേശു ക്രിസ്തു ആദിയിലേക്ക് കൊണ്ടുപോവാണ് ഇവരെ. എന്നിട്ട് ആദിയിൽ എങ്ങനെയായിരുന്നു പറയുമ്പോൾ 2 പ്രാവശ്യം പറയുന്നുണ്ട്, ഇവർ ഒരു ദേഹമായി ആയിത്തീരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദേഹം അത്രേ, ഒരു ദേഹമായിത്തീരും എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ആദിയിലും ഇപ്പോഴും ഉള്ള അതിൻ്റെ ഇടയ്ക്കൊരു സംഭവമാണ് യേശു ക്രിസ്തു അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യന് ഹൃദയകാഠിന്യം വന്നു എന്ന് പറഞ്ഞു. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചാണ്, എങ്കിലും ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി മുമ്പോട്ട് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഇത് ഈ ഹൃദയകാഠിന്യം വന്നത്, ഈ ഹൃദയകാഠിന്യത്തിൻ്റെ എഫക്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് 2 പേർക്ക് ഒന്നാകാനായിട്ട് കഴിയാതിരുന്നത്, ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി ദൈവം ചെയ്ത ആ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ കൂടി ദൈവമായിട്ടുള്ള ഒന്നാകൽ മാത്രമല്ല, മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഒന്നാകാൻ കഴിയുമെന്നുള്ളതും ദൈവം പഠിപ്പിക്കുന്നത്. അത് ഞാൻ മുമ്പോട്ട് വിശദീകരിക്കാനായിട്ട് പോകാം. അന്നേരം നമുക്ക് ആദിയിൽ എങ്ങനെയായിരുന്നുള്ളത് പെട്ടെന്ന് വായിക്കാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ട് സമയമില്ല, പലപ്പോഴും എടുത്തുള്ളതുകൊണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിലാണ്, പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായത്തിലാണ്. ആ 2-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ടല്ലെങ്കിൽ പോലും അതിനാണ് ഇതിൻ്റെ എല്ലാ കണ്ടന്റും ഇരിക്കുന്നത്. ഒറിജിനലി ദൈവം എങ്ങനെയായിരുന്നു ചെയ്തിരുന്നുള്ളതിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് അവിടെ കാണുന്നത്. അതായത് അത് നമ്മൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഏകാത്മാവിൽ ഒന്നായിരുന്ന ഒരു സമയത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവം പുരുഷനെയാണ് ആദ്യം സൃഷ്ടിക്കുന്നത്. നമ്മൾ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അവസാനത്തെ ദിവസം മനുഷ്യന്റെ സൃഷ്ടിയോടുകൂടി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തീരുകയും ദൈവം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അന്നേരം ഞാൻ വിശദീകരിക്കുന്നില്ല. വിശ്രമം എന്ന് പറഞ്ഞാൽ ദൈവം 6 ദിവസം ജോലി ചെയ്തു, എനിക്കെന്നാൽ ക്ഷീണിച്ച് വിശ്രമിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, കംപ്ലീറ്റഡ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വിശ്രമം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വസ്ഥത, കംപ്ലീറ്റ് ചെയ്തു, ഇനി ഒന്നും അതിനോട് ആഡ് ചെയ്യാനായിട്ടില്ല. ഒരു ചിത്രകാരൻ തൻ്റെ ചിത്രം പരിപൂർണമായിട്ടും പൂർണ്ണതയിൽ പൂർത്തീകരിച്ചിട്ട് അയാൾ ആ ബ്രഷ് താഴെ വയ്ക്കുക എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ് വിശ്രമം എന്നുള്ള വാക്ക് പറഞ്ഞിരിക്കുന്നത്, സ്വസ്ഥത എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മനുഷ്യന്റെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വിശ്രമ ദിവസമായിരുന്നു. ഇല്ലെങ്കിൽ മനുഷ്യന്റെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞിരിക്കുന്നത് 7-ാം ദിവസം ദൈവത്തോടു കൂടിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റിലുള്ള അവസ്ഥയിലായിരുന്നു, ദൈവമായിട്ടുള്ള ഏകാത്മാവിലായിരുന്നു. ദൈവമായിട്ടുള്ള ആ ഏകാത്മാവിൽ മാത്രമാണ് ഈ ഒരു സ്വസ്ഥത അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അന്നേരം മനുഷ്യൻ ദൈവമായിട്ടുള്ള സ്വസ്ഥതയിലായിരുന്നു, മനുഷ്യനെല്ലാം ഉണ്ടായിരുന്നു, ദൈവം എല്ലാം മനുഷ്യന് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. ഇതിൻ്റെ സൃഷ്ടിയുടെ അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എല്ലാ സൃഷ്ടിയും മനുഷ്യന്റെ കീഴിലാകുന്നു. മനുഷ്യന് ഒരു കുറവുമില്ലായിരുന്നു എന്ന് നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. കാരണം ദൈവം എല്ലാം നല്ലതായിട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവം നോക്കിയിട്ട് കാണുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയാണ്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ മാൻ ടു ബി അലോൺ ആൻഡ് ഐ വിൽ മേക്ക് ഹിം എ ഹെൽപ്പർ സ്യൂട്ടബിൾ ടു ഹിം. ഞാൻ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ഞാൻ പറയുന്നത്, ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കണം. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. എല്ലാ സർക്കംസ്റ്റാൻസും അവനുണ്ടായിട്ടും അവന് ഒരു തക്ക തുണയില്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ, അത് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പർ എന്നുള്ള വാക്കാണ് ഈ തൽക്ക തുണ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഈ ഹെൽപ്പർ എന്നുള്ള വാക്ക് നമ്മുടെ മലയാളം ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ യൂസേജിൽ ഒരു താഴ്ന്ന രീതിയിൽ, ഇൻഫീരിയർ എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേ ഹെൽപ്പർ എന്നുള്ള പദമാണ് പരിശുദ്ധാത്മാവിനെ പറ്റി ഉപയോഗിച്ചിരിക്കുന്ന ഹെൽപ്പർ എന്നുള്ള പദം ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള, പുരുഷനെ പറ്റിയുള്ള ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മനുഷ്യന് ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. അന്നേരം പുരുഷൻ എപ്പോഴും, ഇത് ഞാൻ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതിയാണ്, അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്പറിനെ ഏൽപ്പിക്കണം. ഹെൽപ്പർ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ദൈവം കൊടുക്കുന്ന ഒരു തക്ക തുണയാണ് ഏൽപ്പിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത് പുരുഷന് വേണ്ടിയിട്ടാണ്, പുരുഷനെ ദൈവം സൃഷ്ടിച്ചത് സ്ത്രീക്ക് വേണ്ടിയിട്ടല്ല. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോഴത്തെ ഫെമിനിസ്റ്റുകാർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടതില്ലെങ്കിൽ അതങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുന്ന സത്യം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലും പ്രാക്ടിക്കലിയും ഒരു സ്ത്രീക്ക് പുരുഷനില്ലാതെ വേണമെങ്കിൽ ജീവിക്കാനായിട്ട് കഴിയും, എന്നാൽ ഒരു പുരുഷന് സ്ത്രീ ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു പുരുഷൻ എപ്പോഴും സ്ത്രീയിൽ ഡിപ്പെൻഡഡ് ആണ്, സ്ത്രീ പുരുഷനിൽ ഡിപ്പെൻഡഡ് ആവണമെന്ന് നിർബന്ധമില്ല. അത് പ്രാക്ടിക്കലി അങ്ങനെ തന്നെയാണ്. അന്നേരം അങ്ങനെ വരുമ്പോൾ
ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയാണ് പുരുഷനേക്കാൾ സുപ്പീരിയർ, നമുക്ക് വേണമെങ്കിൽ രീതിയിൽ ചിന്തിക്കാം. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, രണ്ടും കോംപ്ലിമെന്ററി ആണെങ്കിലും പുരുഷന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അവനെ പറ്റിയുള്ള പദ്ധതി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്പിരിച്വൽ മിനിസ്ട്രിയിൽ ദൈവിക പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു യഥാർത്ഥത്തിലൊരു തക്ക തുണയുടെ സപ്പോർട്ടില്ലാതെ കഴിയുകയില്ലെന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. എക്സെപ്ഷണൽ കേസ് ഉണ്ടായിരിക്കാം, ദൈവം അങ്ങനെയുള്ള വിളി കൊടുത്തിട്ടുള്ളവർക്കുണ്ട്. അത് പൗലോസ് വിശദീകരിക്കുന്നുണ്ട്, ഞാൻ അതിലേക്കല്ല പോകുന്നു. അപ്പൊ എനിവേ, ഞാൻ പറഞ്ഞത് ദൈവം അങ്ങനെ ഒരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു. ഇതുകൊണ്ട് തന്നെ എന്നിട്ട് അവിടെ പറയുന്നുണ്ട് പുരുഷൻ ഏകനായിരിക്കും എന്നല്ല. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ ആ, ഏക സെപ്പറേറ്റ് ആയിട്ട് അത് ഒരുപാട് നാൾ മാറി ജീവിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ജനറൽ ആയിട്ടുള്ള പദ്ധതിയിലുള്ളതല്ല. ഞാനിതിൻ്റെ വളരെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, എൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി കുറച്ച് നാളത്തേക്കൊക്കെ മാറി നിൽക്കുന്നത് അനുവദനീയായിരിക്കും. പക്ഷെ വളരെ നാളുകൾ ആ ഒരു ഭാര്യയും ഭർത്താവും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ദൈവിക പദ്ധതിയിലുള്ള കൊരിന്ത്യലേഖനത്തിലൊക്കെ വായിക്കുമ്പോഴേക്കും പൗലോസ് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഒരു അവസരം ഉണ്ടാകുക എന്നല്ല, നിങ്ങൾ മാറിയിരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം താഴേക്ക് വരുമ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട്. ഇവർ ഒരു ദേഹമായി തീരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അവിടെ ആത്മാവിലും ദേഹത്തിലും ദേഹിയിലുമുള്ള ഒന്നാകലാണ്. അങ്ങനെ ഒരുമിച്ചായിരിക്കണം പുരുഷനും സ്ത്രീയും എപ്പോഴും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പനും അമ്മയും എന്താ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട് അവരുടെ കാര്യത്തിന് വേണ്ടി. പക്ഷേ ഒരു പ്രാക്ടിക്കലി അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവിക പദ്ധതിയിൽ അങ്ങനെയല്ല. നമ്മൾ ജീവിക്കേണ്ടത് യഥാർത്ഥത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ടല്ല അപ്പനും അമ്മയും ജീവിക്കേണ്ടത്. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്ത് കൊടുക്കണം, മാതാപിതാക്കൾക്ക് കൊടുത്തുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യം അന്വേഷിച്ചുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. അന്നേരം ദൈവത്തിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഇഷ്ടത്തിൽ ഒരിക്കലും പുരുഷനും സ്ത്രീയും സെപ്പറേറ്റഡ് ആയിട്ട് ലോങ് ആയിട്ട് ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ഇനി ഞാൻ തിരിച്ചോട്ടെ. എന്നിട്ട് ദൈവം ഒരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കുകയും എന്നിട്ട് ഇവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന വാക്യമാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ വായിച്ചത്. യേശുക്രിസ്തു പറഞ്ഞ ആ വാക്യം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 23-24 വാക്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അന്നേരം ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നു, തൻ്റെ ഭാര്യയിൽ നിന്ന് സൃഷ്ടിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, അവിടെ ആദ്യം തന്നെ പുരുഷൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു തക്ക തുണയെ തിരഞ്ഞെടുക്കുമോ എന്നുള്ളൊരു പരീക്ഷണം പോലെ ഈ മൃഗങ്ങളെയെല്ലാം ദൈവം ആദമിൻ്റെ മുമ്പിൽ കൂടി വിടുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ആദമിനുണ്ടായ ആദ്യത്തെ പരീക്ഷണം അതായിരുന്നു, ഈ പഴം തിന്നാനായിട്ടുള്ള ഹവ്വയ്ക്ക് ഉണ്ടാകുന്ന പരീക്ഷണത്തിന് മുമ്പേ. എന്നൊരു തിയോളജിക്കൽ ഡോക്ടറിനായിട്ട് എടുത്തിട്ട് നിങ്ങൾ ഇനി അതിവിടെ ഉപദേശം ഒന്നും ചോദിച്ചുകൊണ്ട് വരരുത്. ഞാൻ എൻ്റെ ഒരു ചിന്ത ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ പറയുന്നുണ്ട്, അവിടെ യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചിട്ട് മനുഷ്യർ അവനെന്ത് പേരിടണമെന്ന് അവൻ്റെ മുമ്പിൽ വരുത്തി അവിടെ പേരിട്ടു എന്നിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്കിലും മനുഷ്യന് തക്കതായ തുണ കണ്ടുകിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം മനുഷ്യൻ അതിൽ നിന്നൊരു തക്കതായ തുണ മനുഷ്യൻ ചൂസ് ചെയ്തില്ലെന്ന് തന്നെയാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് ദൈവം അവൻ്റെ ഗാഠനിർദ്ദരം വരുത്തുകയും ദൈവം ഒരു ചോയ്സ് എടുത്ത് മനുഷ്യന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം മനുഷ്യന് തനിക്ക് പ്രിയപ്പെട്ടവന് ദൈവം താൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അന്നേരം ദൈവം ഒരു തക്ക തുണയെ ഒരു വ്യക്തിക്ക് ഉറക്കത്തിൽ പോലും കൊടുക്കാനായിട്ട് കഴിയും. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരു സേയിങ് ഇങ്ങനെയുണ്ട്, എന്താണ്, ഇഫ് യു ഗീവ് ചോയ്സ് ടു ഗോഡ് ഹി വിൽ ചൂസ് ദ ബെസ്റ്റ് ഫോർ യു. നിങ്ങളുടെ ചോയ്സ് ദൈവത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ഏറ്റവും നല്ലതൊന്നിനെ ചൂസ് ചെയ്യുമെന്ന് പറയുന്നത്. അന്നേരം നമ്മുടെ ചോയ്സ് നമ്മൾ എടുക്കുന്നതിനേക്കാൾ ദൈവം എടുക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് മാരേജിൽ. ഞാൻ മാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ചോയ്സ് എടുത്തില്ല, സ്വന്തമായിട്ട് ചോയ്സ് എടുത്തില്ല. ദൈവം അവന് ഉറക്കത്തിൽ അവന് തക്കതായിട്ടൊരു തുണയെ കൊടുക്കുകയാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു തുണ. അത് ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയുകയാണ് ഇറ്റ് ഈസ് പെർഫെക്റ്റ് മാച്ച് എന്നുള്ളതാണ് 23-ാമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ, ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു സെലക്ഷൻ ഞാൻ എത്ര ശ്രമിച്ചാലും നടക്കുകയില്ല. ദൈവം എടുത്തത് കൊണ്ട് അത് പെർഫെക്റ്റ് ചോയ്സ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട്
പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ഇത് പറയാണ്. എന്നിട്ട് ഇതാണ് യേശു ക്രിസ്തു അവിടെ വിശദീകരിക്കുന്നത്. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഞാൻ മുമ്പോട്ട് പറയാനായിട്ട് ആഗ്രഹിച്ചായിരുന്നു. ഞാൻ ചില സൈഡ് ട്രാക്ക് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ഉൽപ്പത്തിയിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് ഇവർ ദൈവവുമായിട്ടും അന്യോന്യവും ഒരു പെർഫെക്റ്റ് റിലേഷനിലായിരുന്നു. ദൈവമായിട്ട് ഈ മനുഷ്യൻ പെർഫെക്റ്റ് റിലേഷനിൽ തന്നെ ആയിരുന്നു സൃഷ്ടിച്ചപ്പോൾ തന്നെ. ദൈവം ഒരു തുണയോ, ദൈവം മനുഷ്യനുമായിട്ട് ഒരു പെർഫെക്റ്റ് റിലേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യനും മനുഷ്യനും, ഇല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു പെർഫെക്റ്റ് റിലേഷൻ ഉണ്ടായിരിക്കണം, അല്ലേ? ദൈവവുമായിട്ട് ആദം ഒരു പെർഫെക്റ്റ് റിലേഷനിൽ മുമ്പോട്ട് എല്ലാം നല്ലതുപോലെ ജീവിക്കണം ദൈവം ആഗ്രഹിച്ചില്ല. ദൈവം അത് നല്ലതല്ല എന്ന് കണ്ടിട്ടാണ് ഒരു വ്യക്തിയെ കൂടി ഉണ്ടാക്കിയിട്ട് ഇവർ തമ്മിൽ ഒരു പെർഫെക്റ്റ് റിലേഷനിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് ദൈവവുമായിട്ടുള്ള പെർഫെക്റ്റ് റിലേഷനിൽ അവർ നിലനിൽക്കുമ്പോൾ ഇവർക്ക് തമ്മിൽ ഒരു പെർഫെക്റ്റ് റിലേഷൻ, ഒരു വൺ ബോഡി എന്ന നിലയിൽ ആയിത്തീരാനായിട്ട് കഴിയും. വൺ ബോഡി എന്ന് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പദം ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ്. അന്നേരം ഞാൻ എന്താണ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമായിട്ടുള്ള ഇവരുടെ റിലേഷൻ എങ്ങനെയായിരുന്നു? ദൈവമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദേഹം എന്നുള്ള അർത്ഥത്തില്ല. കാരണം ദൈവം ആത്മാവാകുന്നു എന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവമായിട്ടുള്ള ഇവരുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാത്മാവിലുള്ളൊരു ബന്ധമായിരുന്നു. അതാണ് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പറഞ്ഞിരിക്കുന്നത്, ദൈവവുമായിട്ട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവായി തീരുന്നു എന്ന് 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്ക് പറയുന്നുണ്ട്. അവിടെ ഏകാത്മാവ്, ഒരു വൺ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഈ പറ്റിച്ചേർന്ന് വേർപെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള ആത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് ഒന്നായിത്തീരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവവുമായിട്ട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏകാത്മാവ്. അവിടെയും പറഞ്ഞിരിക്കുന്നത് ഒരു ദേഹമായി തീരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേശ്യയായിട്ട് പറ്റിച്ചേരുന്നവൻ അവളുമായിട്ട് ഏകദേഹമായി തീരും എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ പാപമാണ് എന്ന് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അന്നേരം ഈ വ്യഭിചാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കി പാപങ്ങളിൽ നിന്നും, ദുർനടപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കി പാപങ്ങളെ പോലെയല്ല, വളരെ വ്യത്യസ്തമായിട്ടൊരു പാപമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം ദൈവം ആദിയിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആ പദ്ധതിയെ തന്നെ തകർക്കുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവർ ഒരാത്മാവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അന്യോന്യമുള്ള ബന്ധത്തിൽ അവർ ഒരു ദേഹമായിരുന്നു. ഒരു ദേഹം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ റിലേഷൻ അതിൽ ഉൾപ്പെടുന്നുവെങ്കിലും ഫിസിക്കൽ റിലേഷൻ മാത്രമല്ല, കാരണം ഫിസിക്കൽ റിലേഷൻ അതിനുശേഷം തുടരുന്നുണ്ട്. അവിടെ ആത്മാവിലും ദേഹത്തിലുമുള്ള വണ്ണസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അത് സാധ്യമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, എന്നാൽ ഒരു കാര്യം സംഭവിക്കുന്നു. പാപം കടന്നു വന്നു കഴിയുമ്പോഴേക്കും ആദ്യമേ ഇവർക്ക് ദൈവവുമായിട്ടുള്ള ഏകാത്മാവിലുള്ള ബന്ധം വേർപെടുന്നു. അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഇവർ തമ്മിലുള്ള ഒരു ദേഹമായി തീരുന്നതിൽ നിന്നും ഇവർ വേർപെടുന്നു. ഇവരൊരു കുടുംബമായിട്ട് തന്നെ പിന്നെയും വസിക്കുന്നുണ്ട്. അവിടെ ഒരു ഡിവോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവർ ഫിസിക്കലി മുമ്പോട്ട് ബന്ധപ്പെടുകയും കുട്ടികളുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദേ വർ നെവർ ബിക്കം വൺ ആഫ്റ്റർ ദാറ്റ്. അന്നേരം അവിടെ വെച്ചിട്ട് ഇത് ബ്രേക്ക് ആവുകയാണ്. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻ ഒന്നാകുന്നതിനും ബ്രേക്കായി, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ബ്രേക്കായി. ഇവിടെയാണ് യേശുക്രിസ്തു പറഞ്ഞ ഹൃദയ കാഠിന്യം എന്നുള്ളത് സംഭവിച്ചത്. ഹൃദയം കഠിനപ്പെട്ടതോടുകൂടി രണ്ടുപേർക്ക് ഒന്നാകാനായിട്ട് കഴിയുന്നില്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഇവർ പെട്ടു. ഇത് പിന്നീട് ഒരിക്കലും ഇവർക്ക് ഒന്നാകാനായിട്ട് കഴിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അന്നേരം ദൈവം ഇതിനൊരു മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇവർ വേർപെട്ടു എന്നും ഇവർക്ക് ദൈവമായിട്ടൊരു ആത്മാവായി തീരാനായിട്ട് കഴിയുകയില്ല എന്നും ഒരു സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ആദ്യം മോശയെടുത്ത് സമാഗമന കൂടാരം ഉണ്ടാക്കാനായിട്ട് പറയുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്താനായിട്ട് ഒരു അടയാളം വെക്കാനായിട്ട് പറയുന്നു. ആ അടയാളം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം? ഞാനിത് പെട്ടെന്ന് ചോദിക്കും, നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് മനുഷ്യനും ദൈവവും തമ്മിൽ സെപ്പറേറ്റഡ് ആയി എന്നുള്ള അടയാളം ദൈവം കൊടുത്തത്? പെട്ടെന്ന് പറയാം. യെസ്, തിരശ്ശീല. അന്നേരം അത് നമ്മൾ പുറപ്പാട് പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വിശദീകരണം, ഈ ദേവാലയം ഉണ്ടാക്കുമ്പോൾ അവിടെ ദൈവവും മനുഷ്യനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ സിമ്പലായി ഒരു കട്ടിയുള്ള തിരശ്ശീല ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പുറപ്പാട് പുസ്തകം 26-ാമത്തെ അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങൾ. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപെട്ടകം തിരശ്ശീലയ്ക്ക് അകത്തു കൊണ്ട് ചെന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും വേർപിരിക്കുന്നതായിരിക്കണം.
അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന് മേലെ ഇത് കൃപാസനം വെക്കണമെന്ന് പറയാണ്. അന്നേരം കൃപാസനം എന്ന് പറഞ്ഞിരിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അന്നേരം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം ചെയ്യുന്നതിന് മുമ്പ് ആദാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത അവിടെ സ്വസ്ഥതയുണ്ടെന്നുള്ളതാണ്, കണ്ടിന്യൂസ് റെസ്റ്റ്. അതുകൊണ്ടാണ് 116 സങ്കീർത്തനത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. പെർപ്പച്വൽ ജോയ് ആൻഡ് പ്ലഷർ ആൻഡ് റെസ്റ്റ്, അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. എന്നിട്ട് ഇത് ഒരു മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് ഒരടയാളം പോലെ. അന്നേരം തിരശ്ശീല വന്നപ്പോഴല്ല അവർ സെപ്പറേറ്റഡ് ആയെന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ തിരശ്ശീല, ഒരു കട്ടിയുള്ള തിരശ്ശീല തൂക്കുന്നത്. ഇത് സമാഗമന കൂടാരത്തിൽ വയ്ക്കുന്നതാണ്. പിന്നീട് ശലോമോന്റെ ദേവാലയത്തിലും വയ്ക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ കാലത്ത് ഹെരോദാവിന്റെ ദേവാലയത്തിലും ഈ തിരശ്ശീല വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഈ തിരശ്ശീല നിൽക്കുന്നിടത്തോളം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ സെപ്പറേഷൻ കാണിക്കുകയാണ്. അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് മനുഷ്യനും തമ്മിൽ സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. മനുഷ്യനും തമ്മിൽ ഒന്നാകാനായിട്ട് കഴിയുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നായിട്ട് തീരാനായിട്ട് കഴിയത്തില്ല. അതായത് നമ്മൾ പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരുടെ, നമ്മൾ എബ്രായ ലേഖനത്തിലൊക്കെ വിശ്വാസ വീരന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അവർക്ക് ലഭിച്ച സാക്ഷ്യത്തെപ്പറ്റിയും അവർ വിശ്വാസത്താൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള അനേക അത്ഭുതങ്ങളെ പറ്റി പറയുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ ഒരിക്കൽ പോലും, ഈ വിശ്വാസവീരന്മാർക്ക് പോലും ഒരു കുടുംബത്തിൽ ഒന്നായിത്തീരുന്നൊരു ജീവിതം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവം അവിടെ ഒരിക്കലും അവരുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, ദാവീദ്, ഇവരുടെ എല്ലാം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അന്നേരം എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം അവിടെ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, അവർ ഹൃദയം കഠിനപ്പെട്ടു പോയപ്പോൾ ദൈവത്തിന് അറിയാം ഇവർക്ക് ഒന്നാകാനായിട്ട് കഴിയാത്തത് കൊണ്ട് ദൈവം ആ ഒരു കാര്യം ഇവരുടെ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹൃദയം കഠിനപ്പെട്ട വ്യക്തികൾക്ക് ഒരു ഇളവെന്ന നിലയിൽ മോശ ന്യായപ്രമാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് അനുവദിക്കുകയും ചെയ്തിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞ രണ്ട് തരത്തിലുള്ള കാര്യമാണ്. ദൈവമായിട്ട് ഇവർ സെപ്പറേറ്റ് ചെയ്തു, അന്യോന്യം ഇവർ സെപ്പറേറ്റ് ചെയ്തു. ഒരു തിരശ്ശീല ഇവരുടെ ഇടയിൽ വീഴുകയാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഒരു തിരശ്ശീല വരുന്നു. സിംബോളിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്കും തമ്മിൽ ഒരു തിരശ്ശീല വരുന്നു. അത് ആ ഹൃദയത്തിലുള്ള കാഠിന്യമാണ് വരുന്നത്, അല്ലെ? എന്നാൽ അങ്ങനെ ഒരു മനുഷ്യനും ഇങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയാതിരുന്നതിൻ്റെ ആ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് തിരശ്ശീല എപ്പോഴും വെച്ചിരുത്തു. ഈ ജഡീകമായിട്ടുള്ള അനേക ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതന് മാത്രം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. ഇതെല്ലാം മുമ്പോട്ട് വരാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ സിമ്പലാണ് എന്നുള്ള എബ്രായത്തിൽ പറഞ്ഞു. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അതിലേക്ക് വിശദീകരിക്കാം. എന്നാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരികയാണ് കാലസമ്പൂർണതയിൽ. യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വരുമ്പോൾ യേശുക്രിസ്തു മാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ ഇല്ലാതെ ദൈവവുമായിട്ട് ഏകാത്മാവിൽ ജീവിച്ച വ്യക്തി. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവിക സന്തോഷത്തിൽ ആ തിരശ്ശീലയ്ക്കകത്തുള്ള സ്വസ്ഥതയിൽ ജീവിച്ചിരുന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു, ഞാൻ പറഞ്ഞത് മനുഷ്യൻ എന്ന നിലയിലാണ് ഈ ഭൂമിയിൽ വന്നിട്ട്. കർത്താവ് അങ്ങനെയാണ് കർത്താവിന്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചത്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു ഒറ്റ വാക്ക്, വളരെ ചുരുക്കമായിട്ടുള്ള ഒരു എന്താ പറയുക, ബയോഗ്രഫി എന്ന നിലയിൽ പത്രോസ് ഒരു പ്രസംഗം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അപ്പോസ്തലൻ പത്രോസിന്റെ ആ പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അത് ജീസസ് നസറേൻ, എ മാൻ അറ്റസ്റ്റഡ് ടു യു വിത്ത് ഗോഡ്, ബൈ ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനായ യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 22-ാമത്തെ വാക്യം. മലയാളത്തിൽ ഇത് പുരുഷൻ എന്നുള്ള അർത്ഥത്തിലാണ്, പക്ഷെ മാൻ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ. മെൻ ഓഫ് ഇസ്രയേൽ, ലിസൺ ടു ദിസ് വേർഡ്, ജീസസ് the Nazarene, a man attested to you by God with miracle and wonders and signs which God performed through him in your midst. നസറേനായ ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളിൻ. നിങ്ങൾ തന്നെ അറിയുന്ന പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളം കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന മനുഷ്യനായ നസറേനായ യേശു എന്നാണ്. അന്നേരം മലയാളത്തിൽ ആ വാക്യത്തിന് ഒരു ഓർഡർ വ്യത്യാസമുണ്ട്. എങ്കിലും മനുഷ്യൻ എന്ന നിലയിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അതെങ്ങനെയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33 വർഷം മനുഷ്യൻ എന്ന നിലയിൽ ജീവിച്ചു എന്നുള്ളതിനെ പറ്റി അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ആ 116-ാം സങ്കീർത്തനമാണ് അപ്പോസ്തലനായിട്ടുള്ള പത്രോസ് ഇവിടെ കോട്ട് ചെയ്യുന്നത്.
അവിടെ പറയുകയാണ് 16-ാമത്തെ സങ്കീർത്തനം. 16-ാം സങ്കീർത്തനം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ പറയാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലഭാഗത്തിരിക്കാൻ ഞാൻ കുലുക്കപ്പെടുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷ പരിപൂർണനാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഒറിജിനൽ വായിച്ചു കഴിഞ്ഞാൽ, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉള്ളത് കൂട്ടിയായിരിക്കും. അന്നേരം ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? യേശുക്രിസ്തു എന്ന മനുഷ്യൻ ആദിയിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ പെർഫെക്റ്റ് റിലേഷനിൽ മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിച്ചു. അത് നമുക്ക് കാണിച്ചു തന്നു ദൈവവും മനുഷ്യനും തമ്മിലുള്ള പെർഫെക്റ്റ് റിലേഷൻ എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ളത് കാണിച്ചു തന്നു. പക്ഷെ ഈ കാണിച്ചു തന്നുകൊണ്ട് ഒരു മനുഷ്യനും ഒരു പ്രയോജനവുമില്ല, അല്ലേ? നമുക്കൊരു ഗുഡ് എക്സാമ്പിൾ നമുക്ക് ഒരിക്കലും സാധിക്കാൻ കഴിയാത്ത, നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രം കഴിയുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ ആ ജീവിതം. ഒരു മനുഷ്യനും അത് സാധ്യമല്ല. കാരണം മനുഷ്യനും ദൈവവും തമ്മിൽ സെപ്പറേറ്റഡ് ആകുന്ന ഒരു തിരശ്ശീല അവിടെ കിടപ്പുണ്ട്. അത് മാറ്റപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവിന് അതില്ലായിരുന്നുകൊണ്ട് കർത്താവ് അങ്ങനെയാണ് ജീവിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി ഈ പുതിയ ഉടമ്പടിയുടെ ഒരു കർത്താവ് എന്താണ് ചെയ്യുന്നത്, കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയിൽ കൂടി വെളിപ്പെടുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോയിട്ട് വീണ്ടും മുമ്പോട്ട് വരാം. അത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിലാണ് കർത്താവിൻ്റെ ആ പ്രാർത്ഥന നമ്മൾ കാണുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഈ കാര്യങ്ങൾ എടുത്തിട്ടുള്ളതാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. ജോൺ ചാപ്റ്റർ 17. ഇതിനെ പലരും പറയുന്നത് യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ തുടങ്ങുന്നത് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തോടു കൂടിയാണ്. അത് വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ താൻ എന്താണ് തൻ്റെ മരണത്തിൽ കൂടി അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കർത്താവ് ഒരു പ്രാർത്ഥനയിൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വാക്യങ്ങളിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവവുമായിട്ട് ഇവർ ഏകാത്മാവിലായിത്തീരണം, ഇവർ അന്യോന്യം ഒന്നായിത്തീരണം. അതിൻ്റെ 17-ന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഈ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. അന്നേരം യേശുക്രിസ്തു ദൈവത്തിന് പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ടും പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിൽ കൂടി സാധിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന അവരുടെ നാമത്തിൽ അവർക്ക്. അന്നേരം യേശുക്രിസ്തു, ഞാനൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറയാണ്, യേശുക്രിസ്തുവിന് ജീവിതകാലത്ത് ഒരിക്കലും കർത്താവിന് ഇതിന് സാധിച്ചിരുന്നില്ല. കർത്താവിൻ്റെ ജീവിതകാലത്ത് കർത്താവിൻ്റെ 2 വ്യക്തികളെ തമ്മിൽ ഒന്നാക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് യേശുക്രിസ്തുവിൻ്റെ കഴിവിൻ്റെ കുഴപ്പമല്ല, യേശുക്രിസ്തുവിന് മരണപുനരുത്ഥാനത്തിൽ കൂടി മാത്രം സാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. അന്നേരം യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഇത് സാധിച്ചിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി എന്താണ് സംഭവിക്കാൻ കർത്താവ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ആ പുതിയ ഉടമ്പടിയുടെ കീഴിൽ എന്താണ് സാധിക്കാൻ പോകുന്നത് എന്നുള്ളത് കർത്താവ് പ്രാർത്ഥനയിൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. അന്നേരം യേശുക്രിസ്തുവും പിതാവും തമ്മിലുള്ള ആ റിലേഷൻ പോലെ ഇവർ ദൈവമായിട്ടുള്ള റിലേഷനും, അതുകൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം പറയുന്നത്, ഏകസത്യവുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിശ്ചയിച്ചിരിക്കും. അന്നേരം ദൈവമായിട്ടുള്ള റിലേഷനും അന്യോന്യമുള്ള റിലേഷനെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന അവരുടെ നാമത്തിൽ അവരെ കാത്തുകൊണ്ടെന്ന് പറയും. 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നീ എന്നെ അയച്ചിരിക്കുമെന്ന് ലോകം വിശ്വസിക്കാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. അന്നേരം ദൈവമായിട്ടുള്ള ഒന്നാകൽ, അവർ തമ്മിലുള്ള ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ എന്നിലും ആയിരിക്കുന്ന പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. 23-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, നാം ഒന്നായിരിക്കുന്ന പോലെ അവരൊന്നാകേണ്ടതിന്, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത്. അന്നേരം 4 വാക്യങ്ങളിൽ യേശുക്രിസ്തു ക്രൂശുമരണത്തിൽ കൂടി പഴയ ഉടമ്പടിയുടെ കീഴിൽ സാധിക്കാതിരുന്ന 2 കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് ദൈവവും മനുഷ്യനും തമ്മിൽ ഏകാത്മാവായി തീരുകയും മനുഷ്യനും അതിൻ്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് കുടുംബത്തിലാണ്. പുരുഷനും സ്ത്രീയും തമ്മിൽ ഒന്നായി തീരുകയും ചെയ്യുന്നത്. ഇത് ഉൽപ്പത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഏകദേഹമായി തീരുക എന്നുള്ളതാണ് കുടുംബത്തിൽ. ഇത് സാധ്യമാകുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി മാത്രമാണ്. ആ കവനന്റ് സ്ഥാപിക്കപ്പെടുമ്പോൾ മാത്രമാണെന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ളത് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത്
ആ, ബൈബിളിലെ ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ എബ്രായ ലേഖനം പല ആൾക്കാർക്കും താല്പര്യമുള്ളൊരു പുസ്തകമല്ല. ഞാനൊരു കാര്യം വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിലെ ചില സത്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം സാധ്യമല്ല. നിങ്ങൾ എത്ര ഹോളിനെസ് പ്രസംഗങ്ങൾ കേട്ടാലും, എത്ര മെസ്സേജുകൾ നിങ്ങൾ കേട്ടാലും നിങ്ങൾക്കത് സാധ്യമാവുകയില്ല. ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയുമുള്ളതായി, അത് ഏത് മൂർച്ചയുള്ള ഏത് ഇരുവായ്ത്തലവുകളിനേക്കാളും മൂർച്ചയുള്ളതായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് തെരഞ്ഞു വരുന്നതാണ്. അത് വെറും തിയററ്റിക്കൽ തിയറീസ് അല്ല. അങ്ങനെ പറഞ്ഞ് ഇതിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഈ ദൈവവചനം മനസ്സിലാവുകയില്ല. അന്നേരം അങ്ങനെ ദൈവവചനം മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ട് പുസ്തകമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം പല ആൾക്കാർക്കും താല്പര്യമുള്ളതല്ല, പലരും അത് വായിച്ചിട്ട് പോലുമില്ല പൂർണ്ണമായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കൽപ്പനകളും പ്രമാണങ്ങളും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒന്നും പറയുന്നില്ല. ആദ്യത്തെ ഒരു 12 അധ്യായങ്ങളോളം യേശു ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിശദീകരിക്കുകയാണ്. എന്നിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ആൾക്കാർ വായിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് പലരുടെയും ആത്മീയ നോളജ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ശുഷ്കമായിരിക്കുന്നത്. പലർക്കും ഇതൊന്നും മനസ്സിലാകാതിരിക്കുന്നു. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. അന്നേരം എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് ഇത് വിശദീകരിക്കുകയാണ്. പൗലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് ആണോ എന്ന് അറിയത്തില്ല. എബ്രായ ലേഖനകർത്താവ് എബ്രായ ലേഖനകർത്താവ് ഇത് ആ, എബ്രായ ലേഖനകർത്താവ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ ദൈവവുമായിട്ടുള്ള സ്വസ്ഥതയെ പറ്റി പറയുന്നുണ്ട്. ആദിയിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ സ്വസ്ഥതയെപ്പറ്റിയും ആ സ്വസ്ഥതയിലേക്ക് മനുഷ്യന് എങ്ങനെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് മുമ്പോട്ട് പറയുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, ഒരു ഗ്രൗണ്ട് ഇടുന്നത് പോലെ ദൈവമായിട്ടുള്ള സ്വസ്ഥതയെപ്പറ്റി 4-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ പലരും ചിന്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുമ്പോൾ ഉള്ള സ്വസ്ഥതയാണെന്നാണ് ചിലരും ചിന്തിക്കുന്നത്. മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും സ്വസ്ഥതയുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു പൂർണ്ണമായിട്ടുള്ള ഫുൾഫിൽമെന്റ് അവിടെയാണ് വരുന്നത്. അത് എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ ഡിനേ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഒരു ടിപ്പിക്കൽ ഒരു പെന്തക്കോസ്റ്റൽ തിയോളജി ഒക്കെ അനുസരിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ പാസ്റ്റ് പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ വിശുദ്ധരായിട്ടൊക്കെ ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ്. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ വിശ്വാസാൽ നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അന്നേരം ഇവിടെ എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രൈമറിലി ആ സ്വസ്ഥത ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള സ്വസ്ഥയാണ്. അതിൻ്റെ പരിപൂർണത ഏറ്റവും അതിൻ്റെ കംപ്ലീറ്റ്നെസ് സ്വർഗത്തിൽ പോകുമ്പോഴുമാണ്. അന്നേരം അത് ആ ഒരു അർത്ഥത്തിലാണ് ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഒന്നൊന്നിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളതല്ല. ഓക്കെ, ഞാൻ അതിലേക്ക് പോട്ടെ. അന്നേരം 4-ാമത്തെ അധ്യായത്തിൽ ആ ആദിയിൽ 7-ാം നാളിലുള്ള ദൈവമായിട്ടുള്ള സ്വസ്ഥതയെ പറ്റി പറഞ്ഞതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേഖനമാണ്. അതുകൊണ്ട് ഞാനത് ബാക്കിയെല്ലാം വിട്ട് കഴിഞ്ഞിട്ട് 9-ാമത്തെ അധ്യായത്തിലേക്ക് നേരെ വരികയാണ്. 9-ാമത്തെ അധ്യായത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സെപ്പറേഷൻ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കണ്ട ആ കാര്യം എബ്രായ ലേഖന കർത്താവ് വീണ്ടും വിശദീകരിക്കുകയാണ്. അവിടെ പറയാണ്, ആദ്യ നിയമത്തിൽ ഫസ്റ്റ് കവനന്റ് സ്ഥാപിക്കപ്പെട്ട ആ സമയത്ത് അവിടെ ദൈവം ചെയ്തപ്പോൾ അവിടെ ആരാധനയ്ക്ക് ചട്ടങ്ങളും ലൗകികമായിട്ടുള്ള വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ആ കാര്യം തന്നെ എബ്രായ ലേഖന കർത്താവ് വിശദീകരിക്കുകയാണ്. ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചവെപ്പും ഉണ്ടായിരുന്നു, അതിന് വിശുദ്ധ സ്ഥലമെന്ന് പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരം ഉണ്ടായിരുന്നു. അന്നേരം ഒരു തിരശ്ശീല ഈ രണ്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോയതിനു ശേഷം പറഞ്ഞാണ്, ആ ആദ്യത്തെ കൂടാരത്തിന് മുമ്പിൽ നിന്നിട്ടാണ് പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ആരാധനയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ വർഷത്തിലൊരിക്കൽ മാത്രം അകത്തേക്ക് കയറുന്നു എന്ന് പറഞ്ഞിട്ട് 8-ാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖനകർത്താവ് പറയാണ്, ഈ മുൻകൂടാരം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടാരത്തെ രണ്ടിനും കൂടെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് മുൻകൂടാരവും അകത്തെ കൂടാരമായിട്ട് വരുന്നത്. അന്നേരം മുൻകൂടാരം നിൽക്കുന്നിടത്തോളം, ഇല്ലെങ്കിൽ ആ തിരശ്ശീല നിൽക്കുന്നിടത്തോളം ദൈവം ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ തിരശ്ശീല വെച്ചത്. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി, ദൈവസാന്നിധ്യത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഹോളി സ്പിരിറ്റ് സിഗ്നിഫൈയിങ് ദിസ്, പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് ഈ കൂടാരം വെച്ചിരിക്കുന്നത് കൂടി പറയാണ്, വേ ഈസ് നോട്ട് ഓപ്പൺ. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. പഴയ നിയമത്തിൽ ഒരു വിശുദ്ധനും സാധ്യമല്ല. പഴയ ഉടമ്പടിയുടെ കീഴിൽ, ആദ്യ നിയമത്തിന്റെ കീഴിൽ ഇത് സാധ്യമല്ല. ഈ എബ്രായ ലേഖനത്തിലൊക്കെ മലയാളത്തിൽ നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത് ലോ എന്നുള്ള അർത്ഥത്തില്ല, ഉടമ്പടി എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താണ് അതിന്റെ പ്രശ്നം? ആ തിരശ്ശീല നിൽക്കുമ്പോൾ പ്രശ്നം എന്താണ്?
ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം അത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത വഴിപാടും യാഗങ്ങളും അർപ്പിച്ചു പോകുന്നു. ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഈ തിരശ്ശീല നിൽക്കുന്നതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിലേക്ക് ഒരാൾക്ക് കയറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ഒരിക്കലും ഒരു പൂർണ്ണ സമാധാനം, എബ്രായലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദൈവിക സ്വസ്ഥത ഒരു മനുഷ്യന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് സൂചിപ്പിക്കാനായിട്ട് ദൈവം ഒരു തിരശ്ശീല അവിടെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് 11-ാമത്തെ വാക്യം മുതൽ യേശു ക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത്, നിത്യകൂടാരത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഡീറ്റെയിൽ ആണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്തെ പറ്റി എബ്രായലേഖനത്തിൽ വിശദീകരിക്കുന്നത്, യേശു ക്രിസ്തു ക്രൂശിൽ സാധിച്ച ആ എറ്റേണൽ സാക്രിഫൈസിനെ പറ്റി, അതിൽ കൂടി ഒരു മനുഷ്യനെ ദൈവം പെർഫെക്റ്റ് ആക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മനസാക്ഷിയിലുള്ള എല്ലാ കൺവെൻഷനുകളും നീക്കി അവനെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 14-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, പഴയ ഉടമ്പടിയുടെ കീഴിലുള്ള യാഗത്തിന് ജഡീക ശുദ്ധി മാത്രം മാറ്റം വരുത്താൻ കഴിയുന്നത് എങ്കിൽ 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കമായി യാഗമായി അർപ്പിച്ച് യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ആക്സസ് തുറക്കുന്നു. അതുകൊണ്ട് വി ബിക്കം പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള മനസാക്ഷിയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുമെന്ന് 10-ാമത്തെ അധ്യായത്തിൽ നാം. അതെങ്ങനെയാണ് സാധിച്ചതെന്നുള്ള 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും പറയാണ്. ഞാനിതെല്ലാം പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഞാനിത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളവർക്കും അറിയാവുന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത്. 19-ാമത്തെ വാക്യത്തിൽ പറയാണ്, എങ്ങനെയാണ് കർത്താവ് ഇത് സാധിച്ചത്? കർത്താവ് ഒരു തിരശ്ശീല ചിന്തുകയാണ്. കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ഒരു ജീവനുടെ പുതുവഴിയിലാണ് ജീവിച്ചത്. അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, ജീവമാർഗങ്ങളെ നീ എനിക്ക് കാണിച്ചു തരും. കർത്താവ് ജീവിച്ച ഒരു വഴിയുണ്ട്, ജീവനുള്ള പുതുവഴിയുണ്ട്. അതിൽ കൂടി ഒരു ഒറ്റ മനുഷ്യനും അങ്ങനെ ജീവിതം സാധ്യമായിരുന്നില്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷനിൽ ഒരു യഥാർത്ഥ സമാധാനത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയായിരുന്നപ്പോൾ യേശു ക്രിസ്തു അങ്ങനെ ജീവിച്ചു. എന്നാൽ ആ ജീവിതത്തിൻ്റെ അവസാനം യേശു ക്രിസ്തു ക്രൂശിൽ ആ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ക്രൂശിൽ ആ ജീവിതം അവസാനിപ്പിക്കുന്നിടത്താണ് പുതിയ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ആ പുതിയ ഉടമ്പടി അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അതിനെപ്പറ്റി എബ്രായലേഖനകർത്താവ് പറയാണ്, അതുകൊണ്ട് സഹോദരന്മാർ, യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്തെ പറ്റി എഴുതി കഴിഞ്ഞതിന് ശേഷം ദെയർഫോർ ബ്രദറൻ എന്ന് പറഞ്ഞാണ്, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് ജീവനുള്ള ഒരു പുതുവഴി ഇനാഗ്രേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ദെയർഫോർ ബ്രദറൻ, ഇംഗ്ലീഷിലെ ഇനാഗ്രേഷൻ എന്നുള്ള വാക്കാണ്, പ്രതിഷ്ഠ എന്നുള്ള വാക്കിനേക്കാൾ ഇനാഗ്രേഷൻ എന്നുള്ളത്, ഉദ്ഘാടനം എന്നുള്ള വാക്കാണ് കറക്റ്റ്. ഇവിടെ വേണം therefore brethren, since we have a confidence to enter the most holy place by the blood of Jesus, by a new and living way which he inaugurated for us through the veil that is his flesh. യേശു ക്രിസ്തു തൻ്റെ ശരീരം എന്ന തിരശ്ശീല ക്രൂശിൽ വെച്ചിട്ട് ചിന്തുകയാണ്, കീറിക്കളയാണ്. യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് ആ തിരശ്ശീല എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ ശരീരം തിരശ്ശീല ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുമേൽ പറഞ്ഞിരിക്കും യേശു ക്രിസ്തു ശരീരമരണം, ഫിസിക്കൽ ഡെത്തിനെയാണ് അവിടെ കാണിക്കുന്നത്. ഫിസിക്കൽ ഫ്ലഷും ഫിസിക്കൽ ഡെത്തുമാണ് അവിടെ കാണിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ യേശു ക്രിസ്തു മരിക്കുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഒരു മനുഷ്യന് ദൈവവുമായിട്ട് ഒന്നായി തീരാനായിട്ടുള്ള ജീവനുള്ള പുതുവഴി കർത്താവ് ഇനാഗ്രേറ്റ് ചെയ്യാണ്. അന്നേരം യേശു ക്രിസ്തു ആ പുതുവഴി തുറന്നു. അന്നേരം ഞാൻ എൻ്റെ ഒരു ചോദ്യം നിങ്ങളുടെ ചോദിക്കുകയാണ്, ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അന്നേരം ദൈവം അതിനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് കൺഫേം ചെയ്യണം. എങ്ങനെയാണ് ദൈവത്തിന് അത് കൺഫേം ചെയ്യാനായിട്ട്? കർത്താവ് ക്രൂശിൽ തൻ്റെ പ്രവൃത്തി തീർത്തു, ദൈവം എങ്ങനെയാണ് അതിനെ കൺഫേം ചെയ്യുന്നത്, ഒരു ജീവനുള്ള പുതുവഴി തുറന്നു എന്നുള്ളത്? ആർക്കെങ്കിലും പറയാം? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. യെസ്, കാരണം എന്താണ്? എക്സാക്ട്ലി. അന്നേരം ദൈവം ഒരു സിമ്പിൾ ഇട്ടത് എപ്പോഴാണ്? മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം, വഴി അടഞ്ഞതിന് ശേഷം, വഴി അടഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തിരശ്ശീലിട്ടത്, അല്ലേ? എന്നിട്ട് വഴി തുറന്നു എന്നുള്ളത് ഒരു സിമ്പിളിൽ കൂടെ തന്നെ ദൈവത്തിന് അത് വെളിപ്പെടുത്തണം, അല്ലേ? എബ്രാഹിം പറഞ്ഞുകൊണ്ട് ഹോളി സ്പിരിറ്റ് ഈസ് സിഗ്നിഫൈയിങ്, ആ തിരശ്ശീലയിൽ കൂടി ദൈവം ഒരു സിമ്പിൾ കൂടിയാണ് സംസാരിച്ചത്. എന്നിട്ട് യേശു ക്രിസ്തു ജീവനുള്ള പൊതുവഴി തുറന്നു എന്നുള്ളത്, ദൈവം അതിനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ദൈവം കൺഫേം ചെയ്യുന്നതാണ്. യേശു ക്രിസ്തു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് ക്രൂശിൽ വെച്ചിട്ട് പറയുമ്പോൾ ദൈവം ആ തിരശ്ശീലയെ മുകളിൽ തൊട്ട് താഴെ വരെ കീഴ്ക്കളയാണ്, ആ കട്ടിയുള്ള തിരശ്ശീല. ഇത് ജോസഫീസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ പറയുന്നത്, ഈ കുതിരകളെ കൊണ്ട് രണ്ട് സൈഡിൽ വെച്ച് വലിച്ചാൽ പോലും കീറാൻ കഴിയാത്ത കട്ടിയുള്ള തിരശ്ശീലയാണെന്ന് അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹെരോദാവിൻ്റെ ദേവാലയത്തിൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോഴത്തെ ആ തിരശ്ശീല. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ ദേഹം എന്ന തിരശ്ശീല ചിന്തുമ്പോൾ
പുതിയ കവനന്റ് സ്ഥാപിക്കപ്പെടുമ്പോൾ ദൈവം ആ തിരശ്ശീലയെ രണ്ടായിട്ട് കീറുകയാണ്. അങ്ങനെ ഒരു പുതിയ വഴി ദൈവം ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന പുതിയ ഉടമ്പടിയിൽ കൂടി ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നാകാനായിട്ട് കർത്താവ് വേദം അതൊരിക്കലും അത് വരുത്തുന്നത്. അതുകൊണ്ടാണ് ഇനാഗുറേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇനാഗുറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു വ്യക്തിക്ക് അതിൽ കൂടി ഓടാനായിട്ട് കഴിയത്തില്ല. നമ്മൾ 12ാമത്തെ അധ്യായത്തിൽ കഴിയുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അവരുടെ വിശ്വാസ ജീവിതത്തിൽ. പക്ഷെ അവരൊരിക്കലും ഈ വഴിയിൽ കയറിയിട്ടുള്ളവരല്ല. കാരണം യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടിയാണ് ആ വഴി ഓപ്പൺ ആകുന്നത്. അങ്ങനെ രണ്ട് തിരശ്ശീലുകൾ ചിന്തുന്നതായിട്ട് ഇവിടെ കാണുന്നു. ഒന്ന് ആദ്യത്തെ യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശ്ശീല, അത് കൂടി ദൈവം യേശുക്രിസ്തു വഴിയെ ഓപ്പൺ ചെയ്യുന്നു. ദൈവം അതിനെ കൺഫേം ചെയ്തുകൊണ്ട് ദേവാലയത്തിലെ തിരശ്ശീല കയറുന്നു. എന്നാൽ മൂന്നാമതൊരു തിരശ്ശീല കൂടിയുണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതെന്ത് തിരശ്ശീലാണെന്ന് പറയാം. ഞാൻ ഇതും പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് കേട്ടിട്ടുള്ളവർ തന്നെ ഇരിക്കുന്നത്. ഏതാണ് ഒരു മൂന്നാമത്തെ ഒരു തിരശ്ശീലയെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്നത് അറിയാമോ? പുതിയ ഉടമ്പടിയെ പറ്റി തന്നെ പറയുന്നിടത്താണ് ഇതും പറയുന്നത്. അതെവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറയട്ടെ, എബ്രായ ലേഖനം മുഴുവൻ പുതിയ ഉടമ്പടിയെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ 2 കൊരിന്ത്യർ അധ്യായത്തിൽ 3-ാമത്തെ അധ്യായം മുഴുവൻ പുതിയ ഉടമ്പടിയെ പറ്റിയാണ് പറയുന്നത്. അന്നേരം 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സ് ഓഫ് ദി ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അവർ 10 കൽപ്പനകൾ പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാരല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. കല്ലിൽ അക്ഷരമായിട്ട് കുത്തിയിരിക്കുന്ന മരണത്തിന്റെ ശുശ്രൂഷ പ്രസംഗിക്കുന്ന, നീതീകരണം വിശ്വാസത്താലും വിശുദ്ധീകരണം ന്യായപ്രമാണ കൽപ്പനകളാലും ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന മരണ ശുശ്രൂഷകൾ പ്രസംഗിക്കുന്നവരല്ല പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകർ. പുതിയ ഉടമ്പടി ശുശ്രൂഷകൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ പ്രസംഗിക്കുന്നവരാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആത്മാവിന്റെ ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. അത് സ്വാതന്ത്ര്യത്തിന്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത് എന്നുള്ളത് പുതിയ നിയമ ശുശ്രൂഷകന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 10 കൽപ്പനകളെ പറ്റി പറയുമ്പോൾ അത് നീങ്ങിപ്പോകുന്നതാണെന്ന് പറയുന്നുണ്ട്, ഫേഡിങ് അവേ ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ അവസാനത്തേക്ക് വരുമ്പോഴേക്കും ആ പുതിയ ഉടമ്പടിയിലേക്ക് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കയറാൻ കഴിയുന്നത്? അതായത് ദൈവം ആ വഴി തുറന്നു. ക്രൂശിൽ യേശുക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിൽ കൂടി ദൈവം ആ തിരശ്ശീല ചിന്തിക്കൊണ്ട് വഴി ഓപ്പൺ ചെയ്തു. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ്. മോശയുടെ പുസ്തകം അല്ലെങ്കിൽ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും 14-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയാണ്, അവർ ഹൃദയം കഠിനപ്പെട്ടതിനെ പറ്റി പറയാണ്. അവരുടെ മനസ്സ് കഠിനമായി പോയി എന്ന് പറഞ്ഞിരിക്കും. മുകളിൽ പറഞ്ഞുകൊണ്ട് കല്ലായിട്ടുള്ള ആ നിയമം അവർക്ക് എഴുതി കൊടുത്ത് അവരുടെ ഹൃദയം കല്ലായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യായപ്രമാണം മരണത്തിന്റെ ശുശ്രൂഷയായി തീർന്നത്. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോഴേക്കും അവർ മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം ഇന്നോളം, അവിടെ ഈ മൂടുപടം എന്നുള്ള മലയാളത്തിലാണ്, ഇംഗ്ലീഷിൽ എല്ലാം എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്ക് വെയിൽ എന്നുള്ള വാക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. whenever a person turn to the Lord, but to this day whenever Moses is read, the veil lays over their heart. ആ വെയിൽ അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. എന്നാൽ കർത്താവിലേക്ക് ഒരുവരും തിരിയുമ്പോൾ ആ വെയിൽ നീങ്ങിപ്പോകുന്നു. ഇല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ആ കട്ടിയുള്ള ആ ഭാഗം നീങ്ങിപ്പോകുന്നു. അവൻ്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു. അതോടുകൂടി അവൻ കർത്താവുമായിട്ട് ഒരാത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടങ്ങി നീങ്ങുന്ന മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവിൻ്റെ ദാനമായി കർത്താവിൻ്റെ ദാനമായി തേജസ്സിനെ വിശ്വസിച്ച് അതേ പ്രതിമയായി. ഇതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു വ്യക്തി വരുന്നു. കർത്താവ് അവനിൽ വസിച്ചുകൊണ്ട് ആത്മാവിന്റെ ബന്ധം. എന്നാൽ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് ഈ വ്യക്തി ഒന്നായി തീരാനായിട്ട് കഴിയുന്നു. ആ ജീവനുള്ള പുതുവഴിയിൽ കൂടി ആ വ്യക്തി നടക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ ആ വഴിയിൽ കൂടി നടക്കുന്ന 2 വ്യക്തികൾക്ക്, ആ പുതിയ ഹൃദയം ലഭിച്ച 2 വ്യക്തികൾ ആ ജീവനുള്ള പുതുവഴിയിൽ കൂടി ക്രൂശ് എടുത്തുകൊണ്ട് മുമ്പോട്ട് നടക്കുമ്പോൾ അവർക്കും ഒന്നായി തീരാനായിട്ട് കഴിയുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആദിയിലുള്ള പർപ്പസ് ദൈവമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലും സാധ്യമായി തീരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവും ഒന്നായി തീരാനായിട്ടും ദൈവമായിട്ട് അവർ ഒന്നായി തീരാനായിട്ടും ആദിയിലുള്ള ദൈവിക ബന്ധത്തിലേക്ക്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമല്ല അന്യോന്യമുള്ള ബന്ധത്തിലേക്കും ഒന്നായി തീരാനായിട്ടും ഒരു ബോഡിയായി തീരാനായിട്ടും കഴിയുന്നു. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് പുതിയ നിയമ ദൈവസഭ വൺ ബോഡിയായി തീരുന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണം തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും ചിന്തിക്കാം, ഈ സഹോദരൻ കുറേ തിയറീസ് പറയാണ് ഇതുകൊണ്ടെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു അൺബിലീവർ
അവരുടെ സ്വന്തം ശക്തിയും കൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നും സാധ്യമാവില്ല. പരിശുദ്ധാത്മ ശക്തിയുള്ള ജീവിതവും സാധ്യമാവില്ല. ഇത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അന്നേരം പുതിയ ഉടമ്പടിയുടെ കീഴിൽ ദൈവം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി ദൈവം സാധിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. ആ വില്ലിൽ, ആ മരണപത്രത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി സ്ഥാപിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാകുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ, ആ അറിവ് നമ്മളെ സ്വതന്ത്രരാക്കുകയും നമുക്ക് ആ അറിവിൽ കൂടി നമുക്ക് കർത്താവിനെ ഒബേ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവിക പദ്ധതി നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ മുമ്പോട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ ഞാൻ അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ല ബ്രദറെ, പിന്നെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ എന്ന് പറഞ്ഞ ആ ഒരു കാര്യമാണ്. ദേഹം എന്ന തിരശ്ശീല ചിന്തി പുതുവഴി തുറന്നു. അതിന്റെ സിമ്പിളായിട്ട് തിരശ്ശീല രണ്ടായിട്ട് കീറി അത് കാണിച്ചില്ലേ കർത്താവ്. അപ്പം അതേപോലെ തന്നെ എങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് നമ്മള് ദൈവമായിട്ടുള്ള ബന്ധം ഇല്ല എന്ന് കാണിക്കാനായിട്ട് എന്താ റിയൽ ആയിട്ടുള്ളത് കാണിച്ചത്? അവിടെ തിരശ്ശീല വന്നു എന്നുള്ളത് സിംബോളിക് ആയിട്ട് കാണിക്കുന്നുണ്ട്, അല്ലാതെ എന്താണ് റിയൽ ആയിട്ടുള്ളത്? ദൈവമായിട്ടുള്ള സിംബൽ, ദൈവമായിട്ട് മനുഷ്യൻ വേർപെട്ടു. ദൈവവും മനുഷ്യനും തമ്മിൽ കൂട്ടായ്മ സാധ്യമല്ല. യഥാർത്ഥത്തിലുള്ളൊരു യാഗം നടക്കുന്നത് വരെ ആ കൂട്ടായ്മ സാധ്യമല്ല എന്ന് കാണിക്കാനായിട്ടാണ് ദൈവം ആ സിംബൽ ഇട്ടത്. ആ സിംബൽ ഇട്ടപ്പോഴല്ല സെപ്പറേഷൻ വന്നത്. സെപ്പറേഷൻ വന്നു എന്നുള്ളത് കാണിക്കാനായിട്ടാണ് ആ സിംബൽ ഇട്ടത്. അതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സാധ്യമല്ല എന്നുള്ളതാണ് ആ സിംബൽ കൂടി കാണിച്ചത്. ബ്രദർ ചോദിച്ചത് മനുഷ്യനും തമ്മിൽ ബന്ധം സാധ്യമല്ല എന്നുള്ളത് ഏതെങ്കിലും സിംബലിൽ കൂടി കാണിച്ചു എന്നാണോ ബ്രദറിന്റെ ചോദ്യം? അല്ലല്ല, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ അതാണല്ലോ ആ തിരശ്ശീല, ദേഹം എന്ന തിരശ്ശീല എന്തിട്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കുകയല്ലേ ചെയ്തേ? അതെ. അപ്പൊ അതിന്റെ സിമ്പിളായിട്ടല്ലേ ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായിട്ട് കയറിയത്? അതെ. അപ്പൊ അതേപോലെ ഒരു ദൈവമായിട്ട് ബന്ധം ഇല്ലാതാകുന്നത് എന്തെങ്കിലും റിയൽ ആയിട്ട് നമുക്ക് കാണാനുണ്ടോ എന്നുള്ള ഞാൻ ചോദിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധം ഇല്ല, നമുക്ക് ആദ്യം ഇല്ലാതാകുന്നത്, ഇപ്പം ഏതെങ്കിലും വെച്ച് ഇല്ലാതാകുന്നതിന്റെ ആ ഒരു, അത് എന്തെങ്കിലും റിയൽ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ അത് കാണിക്കുന്നുണ്ടോ എന്നുള്ള ഈ ദൈവമായിട്ടുള്ള ബന്ധം ഇല്ലാതായി എന്നുള്ളത് 2-ാമത്തെ അധ്യായം വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. ദൈവത്തിൽ നിന്ന് അവർ ഓടി മാറുന്നു, ദൈവത്തിൽ നിന്ന് അവർ ഒളിച്ചിരിക്കുന്നു, ദൈവത്തെ അവർ ഭയപ്പെടുന്നു, അവർ അത്തിയില കൊണ്ട് വസ്ത്രം മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു, ഇവർ ഹൈഡ് ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് വേണം. 3-ാമത്തെ അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ദൈവമായിട്ടുള്ള ആത്മാവുള്ള ബന്ധം വിട്ടുമാറി എന്നുള്ളത് കാണിക്കുന്ന പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അവരുടെ ഭയം, അവർ ഭയപ്പെട്ടു ഒളിച്ചു എന്ന് പറയുന്നുണ്ട്. അവർ നഗ്നരാകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കാണിക്കുന്നത് ദൈവമായിട്ടുള്ള ആത്മാവുള്ള ബന്ധം മാറി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷണമാണ്. പിന്നീട് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, മുമ്പോട്ട് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്ന മരണം, ഇതെല്ലാം തന്നെ ദൈവമായിട്ടുള്ള ബന്ധം വേർപെട്ടു എന്നുള്ളത് അവിടെ തന്നെ കാണിക്കുന്നതാണ്. എന്നാൽ ദൈവം അതിനെ ക്ലിയർലി കാണിക്കാൻ വേണ്ടിയിട്ട് ദേവാലയത്തിൽ തിരശ്ശീല ഇട്ടുകൊണ്ട് കാണിക്കുകയാണ്. ആ വഴി ഓപ്പൺ ആയിട്ടില്ല, ദൈവമായിട്ടുള്ള ബന്ധം വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ആ 3-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ദൈവമായിട്ടുള്ള ബന്ധത്തില് അല്ല എന്നുള്ളത് കാണിക്കാനുള്ള കാര്യങ്ങളാണ് ഈ 3-ാം അധ്യായത്തിൽ പറഞ്ഞത്. 3-ാമത്തെ അധ്യായത്തിൽ കാണുന്ന എല്ലാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവർ വേർപെട്ടു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ്, മാനിഫെസ്റ്റേഷൻസ്. അതാണ് ചോദിച്ചത്. താങ്ക് യു. ഓക്കെ, ചോദ്യങ്ങൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സെപ്പറേഷൻ മാറിയിരിക്കുന്നത് എറ്റേണൽ ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ മാറ്റലാണ്. അതായത് എന്നേക്കുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്കാണ് മടങ്ങി വന്നേക്കുന്നത് ദൈവം മനുഷ്യനെ, അല്ലേ? അത് വൺസ് ആൻഡ് ഫോർ ഓൾ ആണ്. എബ്രായ ലേഖനം 9-10 അധ്യായങ്ങളിൽ ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ള വാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വൺസ് ആൻഡ് ഫോർ ഓൾ. അതായത് വൺസ് എന്ന് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു ഒരിക്കലായിട്ട് അവിടെ കയറി എന്നുള്ളതും അതിൽ കൂടി എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. എന്നിട്ട് ഈ 2 വാക്കിന്റെ അർത്ഥം യേശുക്രിസ്തു ഒരിക്കലായിട്ട് അത് സാധിച്ചു,
അതിൻ്റെ അതെ. എഫക്റ്റ് എറ്റേണലാണ്. അതുകൊണ്ടാണ് 10ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവർ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കും എന്നുള്ള 10:13 പറഞ്ഞിരിക്കുന്നത്. ഉം. അന്നേരം അതേ കാര്യങ്ങൾ 4 പ്രാവശ്യം അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 9ലും 10ലുമായിട്ട് വരുമ്പോൾ ഉം. വൺസ് ആൻഡ് ഫോർ ഓൾ, ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ളത്. അന്നേരം അത് എറ്റേണലി സാധിച്ചതാണ്. അതെ. അത് വീണ്ടും 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 ആവർത്തിക്കേണ്ട കാര്യമില്ല. അതെ. അതെ. ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരിക്കലും മുറിയുന്നില്ല. ഉം. അത് പോയി വന്ന് നിൽക്കുന്ന കാര്യമല്ല. വീണ്ടും അതെ. യേശുക്രിസ്തുവിന്റെ കുരിശ് മരണത്തിൽ കൂടി ദൈവമായിട്ടുള്ള ബന്ധം വൺസ് ആൻഡ് ഫോർ ഓൾ ആണ്. അത് അതെ. ഈവൻ പാപം ചെയ്യുമ്പോഴും അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതെ. അതൊക്കെയാണ് ഈ ഹോളിനെസ് ടീച്ചേഴ്സിന്റെ ലോ പഠിപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ അല്ല അവർ എംഫസൈസ് ചെയ്യുന്നത്. ഉം. അതിന് ഉം. പകരം അവർ നമ്മുടെ പെർഫോമൻസ് ബേസ്ഡ് ആണ് നമ്മളും ദൈവമായിട്ടുള്ള റിലേഷൻ നിലനിൽക്കുന്നതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നതേ ഇല്ല. ഉം. റിലേഷൻ ദൈവം റെസ്റ്റോർ ചെയ്ത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടിയാണ്. അത് അതെ. വൺസ് ആൻഡ് ഫോർ ഓൾ ആണ്. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വൺസ് ആൻഡ് ഫോർ ഓൾ വരികയാണ്. ആ ഉം. റിലേഷൻ നമ്മുടെ പെർഫോമൻസ് ബേസിൽ സെപ്പറേറ്റഡ് ആവുന്നില്ല, ഉം. അത് കൂടുന്നുമില്ല. അത് കോൺസ്റ്റന്റും എറ്റേണലുമാണ്. അതെ. അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് അതെ. എന്നേക്കും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അയക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ. അതങ്ങനെ തന്നെയാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഓക്കെ.